وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ويظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأحبابه وأزواجه وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിന്റെ ആദ്യ 10 അതിൽ കിട്ടുന്ന ഏക വെള്ളിയാഴ്ചയാണ് ഇന്ന്. വിശുദ്ധ റമളാനിന്റെ റഹ്മത്തിന്റെ 10 നമുക്ക് ഈ വർഷം ലഭ്യമാകുന്നത് ഈ ഒരു വെള്ളിയാഴ്ച മാത്രമാണ്. വളരെ വെള്ളിയാഴ്ചയുടെ സമയങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സമയമാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമയം വൃഥാവിലാകാതെ അങ്ങാടികളിലോ കവലകളിലോ ഭൗതിക ചർച്ചകളിലോ പെട്ടുപോകാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസത്തിന്റെ സമാപന സമയം, ഒരു മാസത്തിന്റെ സമാപന സമയം, വർഷത്തിന്റെ സമാപന സമയം, ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു പ്രത്യേകിച്ചും മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വെള്ളിയാഴ്ച സായാഹ്ന സമയം പ്രത്യേകം നിരീക്ഷിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. ഈ സമയം വെള്ളിയാഴ്ചകളിൽ ഒരു സമയം, നിശ്ചിത സമയം, എന്ത് ചോദിച്ചാലും കുറ്റകരമല്ലാത്ത ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഹദീസിൽ സാഅത്തുൽ ഇജാബ, മറുപടി ലഭ്യമാകുന്ന സമയം എന്ന് പറഞ്ഞ സമയത്തിന് പല അഭിപ്രായങ്ങളുള്ള കൂട്ടത്തിൽ ഒട്ടേറെ പ്രാധാന്യമുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള സമയമാണ് ഈ സമയം, സായാഹ്ന സമയം. വെള്ളിയാഴ്ച വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ഈ സമയങ്ങൾ. പ്രത്യേകമായി ഈ സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 9 തവണ ഒരു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പ്രത്യേകം വന്നിട്ടുണ്ട്. മഹാനായ ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ അദ്ദേഹത്തിന്റെ സഅദത്തു ദാറൈനിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി അദ്ദേഹത്തിന്റെ ഹാഷിയത്ത് ഷെർവാനി തുഹ്ഫയുടെ ഹാഷിയയിൽ പറഞ്ഞിട്ടുണ്ട്, 80 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ചെല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരികയും ശൈഖ് അബൂ അബ്ദുല്ലാഹി നുഅ്മാനി റളിയല്ലാഹു അൻഹു അത് ഹസനായ തെളിവിന് പറ്റിയ ഹദീസാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷെർവാനി അദ്ദേഹത്തിന്റെ ഹാഷിയത്ത് ഷെർവാനിയിൽ പറയുന്നുണ്ട്. ഏതാണ് ആ സ്വലാത്ത്? 80 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന വെള്ളിയാഴ്ച ചെല്ലാറുള്ള സ്വലാത്ത്. യൂസുഫ് നബ്ഹാനി തങ്ങൾ അത് അസ്റിന്റെ ശേഷമായി അല്ലെങ്കിൽ സായാഹ്ന സമയമായി, അസ്റിന്റെ ശേഷമല്ല, അഷിയ്യത്ത യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ സായാഹ്ന സമയം. അഷിയ്യത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആയിക്കഴിഞ്ഞാൽ തന്നെ അഷിയ്യത്തായെന്നും അതല്ല അസ്ർ കഴിഞ്ഞാലാവുള്ളൂ എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു 9 സ്വലാത്ത് 2-3 മിനിറ്റ് സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെല്ലാം. ഇനി അതിന്റെ സമയം ചിലപ്പം
അവസാന സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഒന്ന് റാഹത്തായിട്ട് ചെല്ലാ. സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നാണ്. അങ്ങനെ ചെല്ലാൻ അറിയാത്തവർ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരിൽ വിദേശ രാജ്യത്തേക്ക് ജുമാ കഴിഞ്ഞോ എന്നറിയില്ല. ഏതായാലും പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ ശബ്ദങ്ങൾ കേൾക്കുന്നവരുണ്ടാവുമല്ലോ. ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് കുറച്ച് അകന്നിട്ടാണുള്ളത്. രണ്ട് റൂമിലാണ്. ഞാൻ പള്ളിയുടെ ഉള്ളിലാണ്, കമ്പ്യൂട്ടർ റൂമിലാണ്. അപ്പൊ അതുകൊണ്ട് ആരൊക്കെയാണ്, എവിടൊക്കെയാണ്, എന്തെല്ലാമാണ് ആളുകളുടെ എണ്ണമോ, ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യക്കാരാണെന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വൈകുന്നേര സമയമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. കേരളത്തിൽ അസ്ർ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മളെ ക്ലാസ് ആരംഭിക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് ഇന്നും തുടങ്ങുന്നത്. വിദേശ രാജ്യത്ത് ഒരുപക്ഷെ ജുമായുടെ സമയമായിരിക്കാം. ഏതായാലും ക്ലാസ് കേൾക്കുന്ന ആളുകളെല്ലാം ഈ സ്വലാത്ത് ചെല്ലുക. ഈ ചെല്ലുന്ന സ്വലാത്ത് അറിയില്ലെങ്കിൽ കേവലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം എന്ന സ്വലാത്ത് നമുക്ക് സാധാരണ അറിയുന്ന സ്വലാത്ത് ചെല്ലുക. ചില റിപ്പോർട്ടുകളിൽ ഈ 50 സ്വലാത്തിന് നിശ്ചിത സീഗ വാക്കുകൾ പറയാതെയും വന്നിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ സഅദത്തു ദാറൈനിൽ പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഈ 50 സ്വലാത്ത് ഈ പറയപ്പെട്ട രൂപത്തിൽ തന്നെ ചെല്ലണമെന്ന് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ പ്രത്യേകമായ ഉപാധിയില്ല, ഏത് സ്വലാത്ത് ചെല്ലിയാലും മതി. അത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാവരും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹിനോടുള്ള ആ വസിലത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. 80 കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് പറയുന്ന ഒരു ഹദീസാണ് ഇത്. പല കിതാബുകളും പറഞ്ഞിട്ടുണ്ട്. 1-2 കിതാബുകൾ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. وصلى على جميع الأنبياء والمرسلين والملائكة المقربين وجميع الصالحين أجمعين والحمد لله رب العالمين. സഹോദരന്മാരെ, വിശുദ്ധ റമദാനിന്റെ അതുല്യമായ സമയങ്ങൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആറാമത്തെ ദിവസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ച നോമ്പും ചെയ്ത കർമ്മങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ഹസനത്തുകളിൽ നാം ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാം അല്ലാഹുവിന്റെ ഫضل കൊണ്ടാണ്. അവന്റെ ഫضل കൊണ്ട് തന്നെ അവൻ നമ്മുടെ പക്കൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതുവരെ അല്ലാഹു നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹത്തിന് അഭമ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശേഷിച്ച ശിഷ്ടദിവസങ്ങളിൽ ശരിയാവണ്ണം അല്ലാഹുവിന്റെ താഴത്തിൽ മാത്രമായി സമയം ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് കസാരന്റെ വീട്ടിട്ടായിരിക്കും പ്രയാസം. സഹോദരന്മാരെ,
പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് വിശുദ്ധ റമളാനിന്റെ അന്തസ്സത്ത, വിശുദ്ധ റമളാനിലെ അതിപ്രധാനമായ വ്രതാനുഷ്ഠാനം, അതിന്റെ അന്തസ്സത്ത നിലനിർത്താനും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യോഗ്യമാകാനും സ്വാലിഹീങ്ങളുടെ നോമ്പിന്റെ ലിസ്റ്റിൽ പെട്ടുകിട്ടാനും 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 6 കാര്യത്തിലെ പ്രഥമ കാര്യം ചെറിയ നിലയ്ക്ക് ഇന്നലെ നാം വിശദീകരിച്ചു. കണ്ണ് കൺട്രോൾ ചെയ്യുക. വിശുദ്ധ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് സൗം എന്ന വാക്കിനെക്കുറിച്ച് നാം പറഞ്ഞത് ഇംസാക്ക് എന്നാണ്. ഇംസാക്ക് എന്നാൽ കൺട്രോൾ ചെയ്യുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്തിനു തൊട്ടെല്ലാമാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന വിഷയമാണ് സ്വാലിഹീങ്ങളുടെ നോമ്പായി കിട്ടാൻ ആവശ്യമായ 6 കാര്യങ്ങളിൽ പ്രധാനമായും ഊന്നി ചർച്ച ചെയ്യുന്നത്. കണ്ണ്, അനാവശ്യ വിഷയങ്ങളിൽ നിന്ന് കണ്ണിനെ, ഇസ്ലാം അംഗീകരിക്കാത്ത വിഷയങ്ങളിൽ നിന്നും അനാവശ്യ വിഷയങ്ങളിൽ നിന്നും കണ്ണിനെ കൺട്രോൾ ചെയ്യുക. ഇതാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. രണ്ടാമതായി സൂക്ഷിക്കേണ്ട കാര്യം ഹിഫ്ളുൽ ലിസാനി, നാവിനെ സംരക്ഷിക്കുക എന്നതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ക്ലാസ് റൂമിലിരിക്കുന്ന ആളുകൾക്കും ഏറെക്കുറെ കാര്യങ്ങളെല്ലാം KMIC-യിൽ തന്നെ നമ്മുടെ ആഴ്ചതോറും നടക്കാറുള്ള ഇഹിയ ക്ലാസിൽ ആഫാത്തുൽ ലിസാൻ, നാവിന്റെ അപകടങ്ങൾ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം പറഞ്ഞ ചർച്ചകൾ നാം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ശരീരത്തിന്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ അവയവമാണ് നാവ് എന്ന കാര്യമൊക്കെ അന്ന് ആ ചർച്ചകളിൽ നാം പ്രത്യേകമായി ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഓതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഓരോന്നും ചികഞ്ഞി പരിശോധിച്ച് അവകളെ വ്യത്യസ്ത അധ്യായങ്ങളാക്കി മാറ്റിയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ ഒരുപാട് 10-20ഓളം അധ്യായങ്ങൾ കൊടുത്തു. ആഫാത്തുൽ ലിസാൻ എന്ന സെക്ഷനിൽ നാവിന്റെ അപകടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ തന്നെ മൂപ്പര് മാറ്റി നിർത്തിയിട്ട് 10-20ഓളം അധ്യായങ്ങൾ അതിൽ കൊടുത്തിരിക്കുകയാണ്. ഗീബത്ത് ഒരു അധ്യായം, നമീമത്ത് ഒരു അധ്യായം, കളവ് ഒരു അധ്യായം, പരിഹാസം ഒരു അധ്യായം, തമാശ ഒരു അധ്യായം, ഫുദൂലുൽ കലാം അനാവശ്യ സംസാരങ്ങൾ ഒരു അധ്യായം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ഓരോ അധ്യായങ്ങളായി ബഹുമാനപ്പെട്ടവർ കൊടുത്തു വച്ചിരിക്കുകയാണ്. എന്താ കാരണം? എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മോമിനീങ്ങൾ, അടിസ്ഥാനപരമായി ചില ഹദീസുകൾ നാം ഓർത്തു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരു ലാഘവ ബുദ്ധിയാണ് നാം അത് കേൾക്കരുത്. എപ്പോഴും ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഒരു ഹദീസ് നമ്മൾ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടേത് കേൾക്കുമ്പോൾ ബഹുമാന പുരസ്സരം, പടച്ചോനെ എനിക്കത് അംഗീകരിക്കാനുള്ള ചാൻസ് കൊണ്ടാ എന്ന് മനസ്സും ശരീരവും ആ നിലക്ക് മുന്നിൽ വെച്ച് അച്ചടക്കത്തോടുകൂടെ സാഹൂതം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാതെ നമുക്ക് ആ വിഷയം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ചാൻസ് അള്ളാഹു തരും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, മൻ സ്വമത്ത നജാ, മഹാനായ ഇമാം തുറമുദി റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ട ഹദീസാണ്. ആരെങ്കിലും വായ അടക്കിയാൽ നജാ, അവൻ രക്ഷപ്പെട്ടു. വായ അടക്കിയാൽ രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത പറച്ചില. വായ അടക്കിയാൽ, മൻ സ്വമത്ത, ആരെങ്കിലും നിശബ്ദനായാൽ നജാ, അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. നിശബ്ദനായാൽ രക്ഷപ്പെടുക. എന്താ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ നാവിന്റെ അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും, വളരെ പെട്ടെന്ന് ബോധ്യപ്പെടും. അത്രയും ഗൗരവമാണ് നാവ്.
ഞാൻ നേരത്തെ എണ്ണിയപ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചെറിയ ഒരു ബേജാറ് വരേണ്ടതാണ്. കാരണം തമാശകൾ വരെ ഞാൻ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശകൾക്ക് വരെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. തമാശ പറയേണ്ട സ്ഥലങ്ങളിൽ തമാശ പറയണം, വേണ്ടെന്നല്ല. പക്ഷെ അതിനും നിയമക്കുരുക്കുകളുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം അപകടമാണ്. ആ കാരണം കൊണ്ട് നിശബ്ദത തന്നെയാണ് ഏറ്റവും നല്ലത്. വായ തുറക്കണോ, അത് വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നോക്കി നിങ്ങൾ, മയ്യതകഫ്ഫലി ബിമാ ബൈന ലഹിയൈഹി വരിജ്ലൈഹി അതകഫ്ഫലുഹു ജന്ന. ആരാണ് എനിക്ക് അവന്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലും രണ്ട് കാലുകൾക്കിടയിലുമുള്ള അവയവത്തെ എനിക്ക് ആരാണ് ജാമ്യം നിൽക്കുക? ആ വിഷയം ഞാൻ ഏറ്റു, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ധൈര്യം പറയാൻ ആരാളുള്ളത്? അവന് ഞാൻ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ ധൈര്യം പറയാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൻ നജാ, രക്ഷ എന്താണെന്ന് ചോദിച്ചു. രക്ഷ നമുക്ക് വേഗം രക്ഷയുടെ കാര്യം നമുക്കില്ല. സ്വർഗത്തിൽ മണിയറ കിട്ടാന്, ഹൂർലിങ്ങളെ കിട്ടാന് നമ്മളിപ്പോ ഇവിടെ കിടക്കുന്നത്, സ്വർഗത്തിൽ ഹൂർലിങ്ങളെ കിട്ടാൻ ആദ്യം സ്വർഗത്തിൽ കിടക്കണ്ടേ? നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും തയ്യാറാക്കി വെച്ചവനാണ് ഞാൻ എന്ന ബോധമാണ് സത്യത്തിൽ ഈ വിശുദ്ധ റമളാനിനെ വെൽക്കം ചെയ്യുന്ന നമുക്ക് ആദ്യം മനസ്സിൽ കടന്നു വരേണ്ടത്. ഈ കാര്യം ഞാൻ തുടക്ക പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ സ്വർഗത്തിന്റെ ഞാനിപ്പോ ഏതായാലും സ്വർഗത്തിലേക്കാ പോണേ. കണ്ടില്ല നോമ്പ് നോൽക്കുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് എന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മൾ നരകത്തിന്റെ നടുവിലാണ്. അത്രമാത്രം പാതകങ്ങൾ നമ്മുടെ പക്കൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് അല്ലാഹുവിന്റെ കോപത്തിന് വിധേയമായ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ കഴുകിക്കളയാൻ നാം സമയം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ റമളാൻ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞത്, മർഹബൻ ബിശൈറിൽ മുതഹ്ഹിർ, ശുദ്ധീകരണം നടത്തുന്ന മാസത്തിന് വെൽക്കമെന്നാണ്. ശുദ്ധീകരണം, അവരൊക്കെ ചിന്തിച്ചത് ഉള്ള ദോഷങ്ങളൊക്കെ പോയി കിട്ടട്ടെ, സംസ്കരിച്ച് കിട്ടട്ടെ, ശുദ്ധീകരിച്ച് കിട്ടട്ടെ എന്നാ. അവരാ നിലക്കാണ്. അല്ലാതെ നമ്മളിപ്പോ ശുദ്ധീകരണം പൂർത്തിയായ ലോകമുള്ള നമ്മളെ കാണുന്നത്. അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചത്, മൻ നജാത്ത്, രക്ഷ എങ്ങനെയാണ്? രക്ഷ എങ്ങനെയാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞത്, അംസിക് അലൈക ലിസാനക. നമ്മൾ ഇംസാക്ക് എന്നുള്ള നോമ്പെന്ന് പറഞ്ഞാൽ പരിശീലിച്ചോ. അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ കെട്ടിയിട് എന്നാ പറഞ്ഞത്. അംസിക് അലൈക, നിന്റെ നാവിനെ നീ പിടിച്ച് കെട്ടിയിട്ടോ. നിന്റെ നാവിനെ നീ പിടിച്ച് കെട്ടിയിട്ടോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്രമാത്രം അർത്ഥഗൗരവമുള്ള വാക്കുകളാണ്. കാരണം ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചപ്പോൾ, യാ റസൂലല്ലാഹി ആഖദു ബിമാ നഖൂലു, വാചകമടിച്ചതിന്റെ പേരിൽ, സംസാരിച്ചതിന്റെ പേരിൽ നരകത്തിൽ നാം കടക്കുമോ, അല്ലാഹു നമുക്ക് ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ഫക്കിലത്തുക ഉമ്മുക യബ്ന ജബൽ, ഏ മുആദ് ഇബ്നു ജബലേ, എന്ത് പ്രവർത്തക്കാരനാണടാ. വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കുത്തി തള്ളിയിടുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുക്കുന്ന കറ്റകളല്ലാതെ മറ്റു വല്ലതും ആണോ എന്നാ ചോദിച്ചത്. നാവ് മുഖേനയാണ് അധിക പേരും നരകത്തിലേക്ക് കടക്കുന്നത്. വളരെ മുന്തിയ സാധനമാണ് നാവ്. മുഖ്യങ്ങള് നമ്മളെ ആജീവനാന്തം നരകത്തിൽ കിടക്കുന്നതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ ആ മഹത്തായ കലിമത്ത്, അത് ഉപയോഗിച്ചത് നമ്മുടെ നാവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ. സുബ്ഹാനല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത് നാവ് കൊണ്ടാണ്. സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ കടത്തുന്നത് നാവാണ്. എന്നാൽ അതേ ആളുകളെ പോലും നരകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നാവ് തന്നെ. അതുകൊണ്ട് നാവിന്റെ കാര്യം വളരെ അപകടകരമാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യം വളരെ പരിതാപകരമാണ്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, മൻ കഫുറ കലാമുഹു കഫുറ സഖത്തുഹു. ആരുടെയെങ്കിലും ബടായി പൊരുത്താൽ അവന്റെ വീഴ്ചകൾ പൊരുക്കും. വമൻ കഫുറ സഖത്തുഹു കഫുറത്തു ദുനൂബുഹു. വീഴ്ചകൾ പൊരുത്താൽ ദോഷങ്ങൾ പൊരുക്കും. വമൻ കഫുറത്തു ദുനൂബുഹു. ദോഷങ്ങൾ പൊരുത്താൽ കാനത്തിന്നാറ് ഔലാദി. നരകം അവൻ ഏറ്റവും ബന്ധപ്പെട്ടതായി മാറും. അതുകൊണ്ട് സൂക്ഷിക്കണം. നബി തങ്ങൾ പറയുന്നത് അഖ്സിൻ ലിസാനക ഇല്ലാ മിൻ ഖൈർ. ഇവിടെ നന്മയിലല്ലാതെ നിന്റെ നാവിനെ നീ ഖജാനാക്കി വെച്ചോണ. നാവിനെ ഖജാനാക്കി വെച്ചോ. ഖജാനാക്കി വെച്ചെന്ന് പറഞ്ഞാല് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഖജാനയിൽ സൂക്ഷിക്കൂലേ, ഇല്ലേ? ഇതേ പ്രകാരം നാവിനെ നീ സൂക്ഷിച്ച് ബന്ധാക്കിയോടെ വെച്ചോ. ചെലവഴിക്കണോ? ഇല്ലാ മിൻ ഖൈർ. നന്മയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം ചെലവഴിച്ചാളാ. അങ്ങനെ നീ ഒരു പരിശീലനം നാവിന് കൊടുത്താൽ, എന്റെ പൊന്നു ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാനും നമ്മളും ഈ വിശുദ്ധ റമദാനിന്റെ ഒരു മാസക്കാലം ശക്തമായ ഒരു പരിശീലനം നാവിന് നൽകിയാൽ ഒരുപക്ഷേ ശവ്വാൽ 1 മുതൽ നമുക്ക് പരമാവധി ആ പരിശീലനം ജീവിതത്തിൽ ഉപകാരപ്പെടുത്തിയെടുക്കാൻ പറ്റും. പിന്നെ കുറെ കഴിയുമ്പോൾ ലൂസാവും. അപ്പടുത്ത റമദാൻ വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ. എന്താ കാരണം? ഫഇന്നക ബിദാലിക തഗ്ലിബു ശൈത്താന. നീ ഇങ്ങനെ പരിശീലിച്ചാൽ നന്മയിലല്ലാതെ ഞാൻ നാവിനെ ചെലവഴിക്കുകയില്ല എന്നൊരു വാശിനിക്കുണ്ടായാൽ അത് മുഖേന നീ ശൈത്താനിനെ മറികടക്കും, അവനെ തോൽപ്പിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്ക്, നിങ്ങൾ ഈ ഒരു ഹദീസ് എല്ലാവരും മനഃപ്പാടമാക്കി വെക്കാൻ ശ്രമിക്കുക. ഞാൻ 3 വട്ടം എഴുതിക്കോളാം. നിങ്ങൾക്ക് പലപ്പോഴും കേട്ടതായിരിക്കും, പക്ഷെ മനഃപ്പാടാക്കാൻ വേണ്ടി ഞാൻ 3 വട്ടം ഇതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. എന്താ പറഞ്ഞത്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വായിക്കുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അല്ലെങ്കിൽ ലിയസ്കുത്. 2 റിപ്പോർട്ടുണ്ട്. ആരടാ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ആരുണ്ട്? ആരാ ഉള്ളത്? ഉണ്ടെങ്കിൽ രണ്ടാലൊരു വിഷയത്തിൽ അവൻ നിന്നുകൊള്ളണം. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. ഒരു പക്ഷെ നല്ലത് പറയട്ടെ, നല്ലതാണെങ്കിൽ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോൾ 80 സ്വലാത്ത് ചൊല്ലി 5 മിനിറ്റോ 6 മിനിറ്റോ സമയം നമുക്ക് ചെലവായിട്ടുണ്ട്. പക്ഷേ ആ ഒരു നന്മ കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടമെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ 80 വർഷത്തെ ദോഷങ്ങൾ പൊറുത്തുകിട്ടി. എത്ര വലിയ ഭാഗ്യമാണ് സഹോദരന്മാരെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ആരെങ്കിലും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടാണ് അവൻ പറഞ്ഞതെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് അവന്റെ ദോഷം പുറത്തുപോയി. ഇരുന്നുകൊണ്ടാണ് അവൻ പറയുന്നതെങ്കിൽ നിൽക്കുന്നതിന് മുമ്പ് ദോഷം പുറത്തുപോയി. എന്താ പറഞ്ഞത്? നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിയും കൂടി കൂട്ടം നല്ലതാണ്, പക്ഷെ റിപ്പോർട്ടിൽ ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം എന്ന സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലുന്ന പക്ഷം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് നിന്നവനായിക്കൊണ്ടാണ് ഒരാൾ ചൊല്ലിയതെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് അവന്റെ ദോഷം പുറത്തുപോയി.
ഇരിക്കുന്ന സമയത്താണ് ചൊല്ലിയതെങ്കിലോ നിൽക്കുന്നതിന് മുമ്പ് ദോഷം വരുത്തുകയേ. സുബ്ഹാനല്ലാഹ്. ഫാനോപ്പയ്ക്ക് എന്തൊരു ഭാഗ്യമാണ്. ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെ ഒരുപാട് ഖൈറുണ്ട് ഇൻഷാ അല്ലാഹ്. ചെല്ലാനും പറയാനും പറ്റിയ ഖൈറുകളെ കുറിച്ച് ഇന്നല്ല മറ്റൊരു സമയത്ത് സമയമുണ്ടെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് മുഅ്മിനീങ്ങളെ, പൊന്നു മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് ആദ്യമായി തലക്കെട്ട് വെച്ചത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താണ് തലക്കെട്ട് വെച്ചത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിൽ, ഏത് ക്വാളിഫിക്കേഷൻ? അള്ളാനെ കൊണ്ടും അന്ത്യനാളെ കൊണ്ടും വിശ്വസിക്കുക എന്ന ക്വാളിഫിക്കേഷൻ ഉള്ള മനുഷ്യനാണെങ്കിൽ, അള്ളാനെ കൊണ്ട് തുടങ്ങിയിട്ട് അന്ത്യനാൾ കൊണ്ട് അവസാനിക്കാനുള്ളതാ. അതാണ് ഈമാനിന്റെ രണ്ട് തലാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിന്റെ ഇടയിൽ മലായിക്കത്തും മുർസലീങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ അവിടെയാണ് നമ്മുടെ തുടക്കം. വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും പ്രതീക്ഷയുടെയും അറിവിന്റെയും എല്ലാത്തിന്റെയും തുടക്കം അല്ലാഹുവാണ്. അപ്പം ആദ്യമായി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചോ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ പിന്നീട് അവന്റെ അവസാന പര്യവസാനം പരലോകമാണ്. ആ പരലോകം പേടിച്ചില്ല എങ്കിൽ കാര്യം ഔട്ടാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുക എന്നത് ഒരു മുസൽമാന്റെ മുഖമുദ്രയാ. ആ മുസൽമാന്റെ മുഖമുദ്രയുള്ള മനുഷ്യനാണെങ്കിൽ പിന്നാമ്പുറം പറയുന്ന കാര്യം അവൻ അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ ക്വാളിഫൈഡ് മുഅ്മിനല്ല. എന്താ ശേഷം പറഞ്ഞത്? ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മത്. അവൻ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അപ്പൊ ഇനി മുതൽ ഈ ഹദീസ് ഞാൻ 3 വട്ടം പറയാൻ പറഞ്ഞല്ലോ. 3 വട്ടം എല്ലാവരും എന്റെ കൂടെ പറയാൻ ശ്രമിക്കേ. അത് ഞാൻ 3 വട്ടം പറയാം, അതാ നല്ലത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. ഇനിയും എന്റെ കൂടെ പറഞ്ഞു നോക്കേ 3 വട്ടം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്കുത്. ഈ ഹദീസ് മനപ്പാടമാക്കി വെക്കുക. വിശുദ്ധ റമദാനിന്റെ 6-ാം ദിവസം വെള്ളിയാഴ്ച സമയം അസറിന്റെ ശേഷം, അല്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞ് വൈകുന്നേരം സായാഹ്ന സമയത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബേ, ഈ ഹദീസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിത്താ അല്ലാഹ്. ഈ ഹദീസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിത്താ അല്ലാഹ്. ഈ ഹദീസിനെ നിങ്ങളുടെ മനസ്സിലേക്ക് നീ കയറ്റിത്താ അല്ലാഹ്. നമ്മുടെ ആജീവനാന്ത വിജയത്തിന് നിദാനമായി ഈ ഹദീസിനെ ഞങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് താ അല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞ ഈ 2 വിഷയങ്ങൾ, അഥവാ ഒരുപക്ഷെ നല്ലത് പറയുക, നല്ലതല്ലെങ്കിൽ നല്ലതല്ല പറയാൻ പോകുന്നതെങ്കിൽ തൽക്കാലം നാവിനെ ബന്ദ് ചെയ്യുക, പിടിച്ചു നിൽക്കുക, മിണ്ടാതിരിക്കുക. എന്തിനാണ് സഹോദരന്മാരെ നിങ്ങൾക്കറിയോ? ഞാൻ പറയട്ടെ, ഗീബത്ത് നമീമത്തൊക്കെ അവിടെ ഇരിക്കട്ടെ, തമാശ പറയുന്നതിനെക്കുറിച്ച് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോൾ, തമാശ വാക്കുകൾ പറയുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര ഗൗരവമേറിയ ഹദീസുകളാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി യദ്ഹികുഹാ ജുലസാഹു യഹ്വി ബിഹാ ഫിന്നാരി അബഅദ മിനസ് സുറയ്യാ. ആളുകളെ, സദസ്യരെ, സമൂഹത്തെ, കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യഹ്വി ബിഹാ ഫിന്നാരി അബഅദ മിനസ് സുറയ്യാ,
നരകത്തിലേക്ക് അവനതാ വെലിഞ്ഞു വീണു പോകുന്നു. നരകത്തിലേക്ക് വീണു പോകുന്നു. സുറയ്യ നക്ഷത്രം എത്ര കണ്ട് വിദൂരത്താണ് നിൽക്കുന്നത്, ഇതിനേക്കാൾ ദൂരെ നരകത്തിന്റെ ആഴിയിലേക്ക് അവൻ വീണു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കണ്ടോ, തമാശ. അത് ഗീബത്തോ നമീമത്തോ ഒന്നല്ല, അത് വേറെ പെട്ടിയിലിടാൻ നമുക്ക്. ഗീബത്തിനെ കുറിച്ച് നമീമത്തിനെ കുറിച്ചൊക്കെ വേറെ പെട്ടിയിലിടാനുണ്ട്. അതല്ല ഈ പറയുന്നത്. തമാശ തീരെ വേണ്ട എന്നല്ല. തമാശ വേണ്ടുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഉസ്താദ് കുട്ടികൾ ക്ലാസ് എടുത്തു കൊടുക്കാം, നീരസം വരാതിരിക്കാൻ, ഉറക്കു തൂങ്ങാതിരിക്കാൻ, ഒരു സദസ്സിൽ വയല് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉറക്കു തൂങ്ങാതിരിക്കാൻ, ഉന്മേഷം കിട്ടാൻ ചില്ലറ അത് വേണ്ടിവരും. പതിവായും സ്ഥിരമായും അതേ നടക്കും. മൂപ്പർക്ക് വായ നിർത്താൽ ഈ പൊട്ടിച്ചിരിയും തമാശയും കളി ഇത് മാത്രമേ ഉള്ളൂ. അതാണ് അപലപനീയം. മറ്റേതിപ്പോ ചില സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചിലപ്പോൾ തമാശ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ കാണാം, അല്ലേ? ഒരു പെണ്ണ് ഉമ്മു ഐമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരി നിബിതങ്ങളിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ പുതിയാപ്പള അങ്ങേ ഒന്ന് ക്ഷണിക്കുന്നുണ്ട്, നബിയെ പുരേക്ക് ഉസ്താദിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം വീട്ടിൽ രോഗിയായ ഭർത്താവിന് വരാൻ കഴിയാതിരുന്നാൽ ആ പെരക്കാരി വരും. എന്നിട്ട് ഉസ്താദിന്റെ റൂമിന്റെ വാതിൽക്കലൊന്നും ഉസ്താദെ ഓർക്ക് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വന്നു പുരലെത്തും പറഞ്ഞ ഒരു വിളിക്കുന്നുണ്ടെന്ന് പറയുമല്ലോ. ഇതേ പ്രകാരം ഒരു സഹോദരി വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, എന്റെ പുതിയാപ്പള അങ്ങേ ക്ഷണിക്കുന്നുണ്ട് എന്ന്. നബിതങ്ങൾ ചോദിച്ചു, അമനുള്ള അഹുവല്ലവി ബൈനി ബയാലും. ഇത് നമ്മൾ ഹിയർ ഓടിയതാണ്, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി സാന്ദർഭികം വിഷയത്തിന്റെ ഗൗരവം തോന്നിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ പറ്റേ തമാശ പാടില്ല എന്ന് ബേജാറായിപ്പോണ്ട, അതിന്റെ മാനദണ്ഡം പഠിക്കാനാണ് ഞാനിത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ചോദിച്ചു, അമനുള്ള നിന്റെ പുതിയാപ്പളെ. അതാരാ പുതിയാപ്പള? അഹുവല്ലവി ബൈനി ബയാലും, ആ കണ്ണിന് വെളുപ്പുള്ള മൂപ്പര. മുസല്ല ചോദിക്കുകയാണ് ഈ പെണ്ണിനോട്, നിന്റെ പുതിയാപ്പളെ ആരാ? നിന്റെ പുതിയാപ്പള കണ്ണിന് വെളുപ്പുള്ളാണാ? സുബ്ഹാനല്ലാഹ്. കാലത്ത് ആ മഹദി പറഞ്ഞു, വല്ലാഹി മാബി ഐനിഹി ബയാലും. അള്ളാന്റെ റസൂലെ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരിക്കലും എന്റെ പുതിയാപ്പളിന്റെ കണ്ണിന് വെളുപ്പില്ല. കണ്ണിന് വെളുപ്പുള്ള ആളാണോ എന്ന് വെച്ചപ്പോ വെളുപ്പില്ലല്ലോ അടിച്ചോനെ. പെണ്ണ് പറഞ്ഞു, റസൂലുള്ളാഹി ബല ഇന്നബി ഐനിഹി ബയാലും. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, തീർച്ചയായിട്ടും കണ്ണിന് വെളുപ്പുണ്ട് പറഞ്ഞു. അപ്പൊ കാലത്ത് മഹദി പറഞ്ഞു, ലാ വല്ലാഹി ഇല്ല നബിയെ, ഇല്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശയുടെ കള്ളി പൊട്ടിച്ചു. നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അഹദിൻ ഇല്ലാ ബി ഐനിഹി ബയാലുൻ. എടി, ഏതൊരു മനുഷ്യന്റെയും കണ്ണിൽ വെളുപ്പുണ്ടാവും. അതായത് കൃഷ്ണമണി കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതൊരു തമാശയാണ്. അത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആർത്തട്ടഹസിച്ച് ചിരിക്കാനല്ല, ഒരു രസം കിട്ടാൻ, വിഷയം കൂടുതൽ ഉൾക്കൊള്ളാൻ, ഉന്മേഷം വരാൻ, ഉറക്കു തോന്നാതിരിക്കാൻ. ഇതല്ലാതെ ക്ലബ്ബുകളിലും റോഡിന്റെ പിന്നകളിലും ഉസ്താദുമാരെ കുറ്റം പറയുന്നിടത്തും മറ്റൊക്കെ ഇരുന്നിട്ടിങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആ ചിരിയെക്കുറിച്ചാണ് പറയുന്നത്. ആ നിലയ്ക്ക് തമാശ പറയുന്നതിനെ കുറിച്ച് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പിന്നെ നോക്ക് നിങ്ങളെ, ചിലപ്പോൾ രസത്തിന് വേണ്ടി പലതും നടക്കും. വിശുദ്ധ റമളാനാണ്, പവിത്രത കളഞ്ഞു കുളിക്കരുത്. ഇതിനൊക്കെ വേണ്ടിയാണ് എന്റെ പൊന്ന സഹോദരന്മാരെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങാടികൾ തൽക്കാലം വിട്ടു പറയണം. വിശുദ്ധ റമളാനിൽ പരമാവധി അങ്ങാടികളിൽ നിന്ന് വിട്ടു നിൽക്കണം, പള്ളികളിലോട്ട് കടന്നു വരണം. പള്ളികളിൽ വന്നാൽ തന്നെ അപകടമുണ്ട്. പള്ളിയുടെ ചെരുവുകളുണ്ടാകും. ചെരുവുകളിൽ ഇരുന്നുകൊണ്ട് ആ ചെരുവുകൾക്ക് നമ്മളൊക്കെ പേര് പറയാറുള്ളത് ഈബത്തും സഭാ, ഈബത്തും ചേരുന്ന, ഈബത്ത് പറയാൻ പറ്റിയ ചെരു. അങ്ങനത്തെ ചെരു ഇല്ലാതിരിക്കലാണുള്ളത്. ഞാൻ പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റുകളിൽ നിന്ന് നാടിനെ സംരക്ഷിച്ചു നിർത്താൻ പള്ളിയുടെ അകത്തളത്തിലേക്ക് വരൂ. എന്നിട്ട് അല്ലാഹുവിനേക്ക് ദുആ ചെയ്തുകൊണ്ട്, ഒന്നിനും കഴിയൂലേ, ക്ഷീണമുണ്ടോ, നല്ല അല്ലാഹ് കിടന്നുറങ്ങിക്കാണാം, എന്നാലും തെറ്റിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. നിങ്ങൾ നോക്കി, പരിഹാസത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുസ്തഹ്സിഈന ബിന്നാസി യുഫ്തഹു ലിഅഹദിഹിം ബാബുൻ മിനൽ ജന്നത്തി. നിശ്ചയമായും പരിഹാസക്കാരായ ആളുകൾ
ഏതെങ്കിലും ഒരു സാധുവിന് കാലിന് വൈകല്യമുണ്ടായാൽ അവൻ നടക്കുന്നത് പോലെ നടന്നു കാണിക്കുക. ആർക്കെങ്കിലും നാവിന് വിക്കുണ്ടായാൽ അതുപോലെ പരിഹസിച്ച് വിക്ക് പറയുക. ചില ആളുകളുടെ സംസാരത്തിന് വൈകല്യമുണ്ടായാൽ അതെടുത്തു പറയുക. ചില ആളുകളുടെ നടത്തത്തിന് വൈകല്യമുണ്ടായാൽ അതുപോലെ ഗോഷ്ഠി കാണിക്കുക. ഇതൊക്കെ പരിഹാസത്തിന്റെ കൂട്ടത്തിൽപ്പെടും. ഒരാളുടെ വീട്ടിൽ സൽക്കാർ നടന്നിരുന്നു. ആ സൽക്കാരത്തിന് കറി വെച്ചത് ഇയാൾക്ക് പറ്റിയിട്ടില്ല. ചങ്ങാതിമാരുടെ ഇടയിൽ എന്നിട്ട് ഇയാളെ പരിഹസിക്കാണ് ഓനൊരു കൂട്ടാനുണ്ടാക്കിയത്, ഓനൊരു കറി ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, ഓന്റെ ഒരു ഡ്രസ്സിന്റെ കോലം നോക്കിയാൽ നിങ്ങള് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് യുഫ്തഹുൽ ആദിയും ബാബും മിനൽ ജന്ന. അവർക്ക് നാളെ സ്വർഗത്തിൽ അവരെ നരകത്തിലേക്ക് വീഴുമ്പോൾ അവർക്കതാ സ്വർഗത്തിൽ ഒരു കവാടം തുറന്നു കൊടുക്കും. പരിഹസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിൽ വാതിൽ തുറന്നു കൊടുക്കും. ഫയുക്കാലു, എന്നിട്ട് അയാളെ വിളിക്കും. ഹലുമ്മ ബാ 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 ബാ, സ്വർഗത്തേക്ക് ബാ എന്ന് പറഞ്ഞ് വിളിക്കും. അവൻ ഇതുവരെ സഹിക്കാത്ത ടെൻഷനുകളും വേദനകളും വിഷമങ്ങളും അനുഭവിച്ചു നിൽക്കുകയാണല്ലോ. അവൻ ഓടി വരും. സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് കാണുമ്പോ സന്തോഷത്തിൽ അവൻ ഓടി വരും. എന്റെ ടെൻഷൻ പോവാണ്, വേദന പോവാണ്, എന്റെ ശിക്ഷ പോവാണെന്ന് കരുതിയിട്ട് ഓടി വരും. അവൻ ഗേറ്റിലൂടെയൊക്കെ എത്തിയാൽ ഉടനെ വാതിലങ്ങോട്ടടക്കും. അവനെ കയറാൻ സമ്മതിക്കൂല. ഉമ്മയത്തോലോ ബാബുനാഹർ, പിന്നെ വേറെ വാതിൽക്കെന്ന് വിളിക്കും, വേറെ വാതിൽ തുറക്കും, പിന്നെ വിളിക്കും ഹലമ്മ ഹലമ്മ ബാ ബാ ബാ. ഇവൻ അങ്ങോട്ട് ഓടി ചെല്ലും. അപ്പോൾ ആ വാതിലും അടക്കും. ഇങ്ങനെ ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വാതിലുകളും തുറക്കും. ആ തുറക്കുന്ന വാതിലുകളിലേക്ക് ഇവൻ ഓടിയെത്തും. അപ്പോൾ വാതിൽ അടക്കപ്പെടും. ഇങ്ങനെ അടച്ചടച്ചടച്ച അവസാനം അവസാനം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് അവനെ വിളിച്ചാൽ ബാബാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവൻ ചെല്ലത്തില്ല, അവനങ്ങോട്ട് പോയില്ല. ആ രൂപത്തിൽ നിരാശനാകുന്നത് വരെ അവനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അർഹമുർറാഹിമിനെ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോ വിഷയങ്ങളും ഇതൊക്കെ നീണ്ട ഒരുപാട് ഹദീസുകൾ നമ്മൾ മാസങ്ങളോളം എടുത്തിട്ടുണ്ട് ആഫാത്തുൽ ലിസാൻ ചർച്ച ചെയ്യാൻ. ഞാനിപ്പോ അത് ഇവിടെ വീണ്ടും പുനരാവർത്തനം നടത്തുകയല്ല. ഓരോ വിഷയത്തിൽ നിന്നും ഓരോ ഹദീസ് ബർക്കത്തിന് വേണ്ടി ഓടുന്നത് അല്ലാഹു തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. നോക്ക് നിങ്ങള്, കളവ് നാവിന്റെ അപകടങ്ങളിൽപ്പെട്ടതാണ് കളവ്. സുബ്ഹാനല്ലാഹ്, കളവിനെ കുറിച്ചെന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ലാ യസാലുൽ അബ്ദു യക്ദിബു വയതഹറൽ കദിബാത്ത യുക്തബ ഇൻദല്ലാഹി കദ്ദാബാ. ചില മനുഷ്യന്മാര് കളവ് പറഞ്ഞ് ഒരു 5 പൈസന്റെ ഉപകാരം ഉണ്ടാവില്ല കളവ് പറയുന്നതിന്. ഇത് കളവ് പറയും. കളവ് തന്നെ പറഞ്ഞു അല്ലാഹുവിന്റെ അടുക്കൽ അവൻ കദ്ദാബായി എഴുതപ്പെടും. അർഹമുർറാഹിമീൻ റബ്ബേ, ഞങ്ങളെ നീ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനേ. പെണ്ണുങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് നെഗറ്റീവിലാട്ടോ. ഞാൻ പറയുന്ന എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് 2 മഹതിമാരെ സ്വർഗപ്പുണ്ടാവനത്തിൽ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഉല്ലസിക്കുന്ന 2 മഹതിമാരെ വിശുദ്ധ ഖുർആൻ മാതൃകയായി പറഞ്ഞിട്ടുണ്ട്. മഹതിമാരെ ഒന്ന് ആരാണ്? ബഹുമാനപ്പെട്ട ആസിയ ബീവിയാണ്. ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന് ആരാണ്? ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയം ബീവി. ആ മറിയം ബീവിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? ഉമ്മുഹു സിദ്ദീഖത്തുൻ. ഈസാ നബിയുടെ ഉമ്മ സിദ്ദീഖത്തുൻ. എന്തൊരു ടൈറ്റിലാണ് പഠിച്ചോനെ, എന്തൊരു ടൈറ്റിലാണ്! വല്ലാത്ത സിദ്ദീഖത്ത്. സത്യം പറഞ്ഞ് അങ്ങേയറ്റത്തെ സത്യത്തിന്റെ ആളായി തീരുക. ഖുനൂമാ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാകണം. ആ സത്യവാന്മാരോട് കൂടെ ആകാൻ എന്തിനും ഏതിനും സത്യം മാത്രം പറഞ്ഞ് പരിശീലിക്കാം. ഞാനത് പറയുന്നത് എന്റെ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? നമ്മള് സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ മോനെ വേഗം തിന്ന അല്ലെങ്കിൽ ഇപ്പൊ പൂച്ചാണ്ടി വരും
ഞാനത് സാധാരണ പറയാറുള്ള വിഷയമാണ്. ഇപ്പൊ പൂച്ചാണ്ടി വരും. ഈ പൂച്ചാണ്ടി എന്ന സാധനം ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. കാലം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംഭവമില്ല. ചിലപ്പോൾ നീ ഈ ഉരുളും കൂടി തിന്നാളാ, ഇതും കൂടി തിന്നാളെ ഞാൻ നിങ്ങൾക്ക് കാറ് വാങ്ങിത്തരാ, കളിക്കുന്ന കാറാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സ്വഹാബി വനിത ഒരു കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹദിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ചിട്ടില്ലാത്ത പക്ഷം നീ കളവാണ് പറയുന്നത് സൂക്ഷിക്കണേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാണിംഗ് കൊടുത്തത്. കുട്ടികളോട് പോലും കളവ് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. കുട്ടികളെ കളവ് പറഞ്ഞ് പരിശീലിപ്പിക്കുകയാണ്. ഇപ്പോ നമുക്ക് പലർക്കും അറിയാം, ചെറുപ്പത്തിൽ ഉമ്മമാര് ഭീഷണിപ്പെടുത്തി പലതും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് പച്ച മോനാണ് അപ്പൊ നമുക്കൊക്കെ പലർക്കും ബോധ്യപ്പെടും. എന്താ കാരണം? അത് അറിയാതെ കൊണ്ട് ഉമ്മമാരുടെ പക്കൽ നിന്ന് അറിയാതെ സംഭവിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ഉമ്മമാർ പറയല്ല. പക്ഷേ കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥലത്ത് പോലും കളവ് പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഞാനൊരു സംഭവം പറയട്ടെ. മഹാനായ സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രമറിയുമോ? വലിയ മഹാനാണ്. മഹാനുഭാവന്റെ കുഞ്ഞിന് സുഖമില്ല, കുഞ്ഞിങ്ങനെ കട്ടിൽ കിടക്കാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ സഹോദരി കുഞ്ഞിനെ കാണാൻ വന്നു. കുട്ടിയുടെ അമ്മായിയാണ്, പാപ്പാന്റെ സഹോദരിയാണ്. റബീഉ റളിയല്ലാഹുവിന്റെ കുഞ്ഞിന് സുഖമില്ല. ബഹുമാനപ്പെട്ടവരുടെ പെങ്ങൾ രോഗം കാണാൻ വന്നതാണ്. വന്നപ്പോൾ കുഞ്ഞിന്റെ നേർക്ക് നോക്കിയിട്ട് കൈഫ ഇബ്നി എന്ന് ചോദിച്ചു പോയി. എങ്ങനുണ്ട് മോനെ? മോനെ എങ്ങനുണ്ട് നിനക്ക്? നമ്മുടെ സാധാരണ ചോദിക്കുന്ന ചോദ്യ. നമ്മുടെ മുത്താലിമികളാണെങ്കിലും മറ്റോട്ട് മോനെ എന്തേ അല്ലേ സാധാരണ ചോദിക്കുന്ന ചോദ്യ. പക്ഷേ ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു പെങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, പെങ്ങളെ, ഈ കുട്ടിക്ക് നീ മുല കൊടുത്തിട്ടുണ്ടോ? ഈ കുട്ടിക്ക് നീ മുല കൊടുത്തിട്ടുണ്ടോ? മുല കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പല്ലേ? സഹോദരിയാകെ ബേജാറായിപ്പോയി. മുല കൊടുത്തോന്നാ ചോദിക്കുന്നത്. മഹാനുഭാവം പറഞ്ഞു, നീ മുല കൊടുത്തില്ലെങ്കിൽ നിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞല്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഇബ്നി എന്ന് നിനക്ക് പറയണമെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള കുട്ടിയാകണം. ഇത് രണ്ടുമല്ലാതെ ഇബ്നി എന്ന് പറഞ്ഞാൽ അത് കളവല്ല മോളെ. എത്ര കണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കി എത്ര ഗൗരവമാണ് വിഷയം. നമ്മളിതൊക്കെ ലാഘവത്തോടു കൂടെ കാണുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ നബിത്തങ്ങൾ കല്യാണം കഴിച്ച ദിവസം, ഞാൻ കല്യാണത്തിന്റെ പശ്ചാത്തലം അതിന്റെ രൂപങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞ സമയം നീണ്ടുപോകും. ആയിഷാ ബീവിന് പുതുക്കം തേടി വരുന്ന സമയത്തും മഹദി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇബ്നു കസീർ നോക്കിയാൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട മഹദി ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ മഹദിയെ പുതുനാട്ടിയായിട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് യസീദ്, ബഹുമാനപ്പെട്ട അസ്മാ ബീവിയും കൂടെയുണ്ട്. മഹദിയെ പുതുക്കം പോകുമ്പോൾ ഒരു കാരണമൊക്കെ ഉണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലോട്ട് പുതുക്കം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് വന്ന പുതുക്കത്തിന്റെ കൂടെ കാരണോത്തിയായിട്ട് അസ്മാ ബീവിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പുതുക്കത്തിന്റെ കൂടെ വന്നവർക്ക് ഭക്ഷണമില്ല, ഉള്ളത് ഒരു ഗ്ലാസ് പാലാണ്. അന്നത്തെ കല്യാണമൊക്കെ അങ്ങനെയാണ്. അന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സാധുക്കളും പാവങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതുക്കക്കാർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ഒരു ഗ്ലാസ് പാലുണ്ട്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ ഇടനേർക്ക് നീട്ടി, ആയിഷാ പാല് കുടി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷാ ബീവി ലജ്ജാപൂർവം തലതാഴ്ത്തി. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷാ, നീ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ തട്ടല്ലാതെ വാങ്ങ്, അത് വാങ്ങി റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന.
ആയിഷാ ബീവി അത് വാങ്ങി കുടിച്ചപ്പോ ആയിഷാ ബീവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തീർക്കല്ല ആയിഷ, ഇവിടെ വേറൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതൊരു തമാശാണ്. ആയിഷാ ബീവിനോട് പറഞ്ഞു എല്ലാവർക്കും കൂടി കൊടുക്കുക, അത്രേ ഉള്ളു ഇവിടെ ആകെ സാധനം. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ അത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അസ്മാ ബീവി പറഞ്ഞു, റസൂലേ നമുക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കണം, നിങ്ങൾ പുതുക്കം വന്ന സമയത്ത് നമുക്കൊക്കെ പുതുക്കവും മറ്റൊക്കെ വരുമ്പോ ഫോർമാലിറ്റി കൊണ്ട് നിറയും. അന്ന് എല്ലാം അനുവദനീയമാണ്. പിറ്റേന്ന് രണ്ടാമത് ദീന് തുടങ്ങാം, ശരീഅത്തും ഇസ്ലാമൊക്കെ പിറ്റേന്ന് തുടങ്ങാം. കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് ശരീഅത്തും ഇസ്ലാമൊക്കെ പൂട്ടിവെക്കും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. പിന്നെ നമുക്ക് തോന്നിയ കച്ചവടാണ് എല്ലാ പരിപാടിയും. ആണും പെണ്ണും ഇടകലർന്നിട്ടും മറ്റതും മറിച്ചതും എല്ലാ തോന്നിയാസം ഉണ്ടാവും. പാട്ട് കച്ചേരിയും ഇനി ഇല്ലാത്തൊരു തോന്നിയാസം ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ 1 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് നമുക്ക് ഇസ്ലാമൊക്കെ തുടങ്ങാമാ, അതുവരെ പൂട്ടിവെക്കും. അള്ളാഹു തആല നമ്മളൊക്കെ എവിടെ കൊണ്ടെത്തിക്കുക അള്ളാഹു പറയാം. കാരണം മഴ തിമർത്ത് പെയ്യേണ്ട സമയം, മഴയില്ല. പടച്ചോനെ ഞങ്ങളുടെ തെറ്റുകൾ നീ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യണേ റഹ്മാനെ, ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട അസ്മാ ബീവി ഞങ്ങൾക്ക് ആവശ്യമില്ല പാല് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ല അസ്മാ, ആവശ്യമില്ലെന്ന് പറയല്ലേ, ആവശ്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, അവർ കുടിച്ചോട്ടെ എന്ന് പറ. ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് കളവാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതെനിക്കറിയാം. ഘടങ്ങൾ കളവ് അത്രയും ഗൗരവമാണ്. കളവ് സൂക്ഷിക്കണം. വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് സൂക്ഷിച്ചോ. പരിശീലനത്തിന്റെ കളരിയാണല്ലോ. സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീന്റെ തുടക്കത്തിൽ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ അവന്റെ ഫയലുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ സ്വല്പനേരം ഒന്ന് വിട്ടുനിന്നിട്ട് ഒന്ന് ഡിസ്കണക്ട് ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്ന. എന്താ കാരണം? ഒന്ന് വിട്ട് ഇങ്ങോട്ട് വരും. അതെന്താ കാരണം അറിയോ? ആ കളവിന്റെ നാറ്റം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്. കളവിന് നാറ്റം ഉണ്ടായിരിക്കും. കളവിന് നാറ്റുണ്ട്. നന്മകൾക്ക്, സത്യങ്ങൾക്ക്, നന്മകൾക്ക് നല്ല സുഗന്ധവും ഉണ്ടാവും. സുഗന്ധങ്ങൾക്ക് നല്ല സുഗന്ധം ഉണ്ടാവും, കുറ്റകൃത്യങ്ങൾക്ക് നല്ല ദുർഗന്ധം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ ആത്മാവ് പോകുന്ന സമയത്ത് സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടാണല്ലോ വീഴ. അതേസമയത്ത് തമ്മാടികളായ ആളുകൾ മരിച്ചു പോകുന്ന സമയത്ത് മലക്കുകൾ മുഴുവനും മണം പിടിച്ചുകൊണ്ട് പറയും, ആരാണ് എന്താ നാറ്റം മണക്കണ് ചീഞ്ഞ നാറ്റം എന്ന് പറയുന്ന. എന്താ കാരണം? ആ ആത്മാവ് അത്രയും ദുഷിച്ചുപോയി. അത്രയും ദുഷിച്ച ആത്മാവായിരിക്കും. റഹ്മുർ-റഹീമീനായ റബ്ബ് തെറ്റുകളിൽ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കളവിനെ സൂക്ഷിക്കണം. കളവ് അനുവദനീയമായ സ്ഥലങ്ങൾ ഉണ്ട്, സാന്ദർഭികമായി പറയാതിരിക്കുന്നില്ല. കാരണം ചിലപ്പോഴൊക്കെ കളവ് പറയേണ്ടി വരും. അങ്ങനെ സ്ഥലത്ത് അത് നോമ്പുകാരനാണെങ്കിലും കുഴപ്പമില്ല. അതിൽപ്പെട്ട ഒരു സ്ഥലം ഹദീസിൽ തന്നെ പറഞ്ഞതും ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറഖിസു ഫീ ഷൈഇൻ മിനൽ കിദിബി ഇല്ലാ ഫീ സലാസ്, 3 വിഷയത്തിലല്ലാതെ നബി തങ്ങൾ കളവിൽ വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. ഒരു സ്ഥലം മർറദിൽ യഖൂലുൽ ഖൗല യുരീദു ബിൽ ഇസ്ലാഹ്, മറ്റുള്ളവർക്കിടയിൽ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കളവ് പറയുക. ചിലപ്പോൾ ഒരാളെടുത്ത് 2 ശത്രുക്കളുടെ ഇടയിൽ നന്നാക്കാൻ വേണ്ടി പോയാൽ ഒരാളെത്തി എന്നിട്ട് പറയടാ, എന്നെക്കുറിച്ചൊന്നും മൂപ്പർക്ക് ഒരു മോശമായ അഭിപ്രായമില്ലല്ലോ, ഞാൻ ഇപ്പൊ മൂപ്പരെത്തുന്ന വരുന്നത് എന്തൊക്കെയാ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞെന്ന് അറിയും. സംഗതി ഇതിനെ കുറിച്ച് അത്രയും മോശമായിട്ടേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് വളരെ നന്നാക്കിയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞെന്നറിയും. പച്ച നോണാണ്, കുഴപ്പമില്ല. കാരണം ഇസ്ലാഹ് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ ഞാൻ വിശദീകരിക്കുന്നില്ല. യുദ്ധരംഗത്തിൽ ചിലപ്പോൾ കളവ് പറയേണ്ടി വരും. 3ാമത്തെ കളവ് അനുവദനീയമായ സ്ഥലം റജുലു യുഹദ്ദിസു ഇംറഅതഹു വൽ മർഉ തുഹദ്ദിസു സൗജഹാ, പുരുഷൻ പെണ്ണിനോടും പെണ്ണ് പുരുഷനോടും മണിയറയിൽ വെച്ച് സംസാരിക്കുമ്പോൾ സ്നേഹം രൂഢമൂലമാകാൻ കളവ് പറയേണ്ടി വന്നാൽ കളവ് അനുവദിക്കപ്പെടും. അത് ഹോൾസെയിൽ കച്ചവടത്തിന് വേണ്ടിയുള്ള ലൈസൻസ് അല്ല. കളവ് പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ അവർക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കേണ്ടി വന്നാൽ
അത് നിർവഹിക്കാൻ അതിന് തെറ്റില്ല എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയല്ലാത്ത സ്ഥലങ്ങളിലൊന്നും കളവ് പറയരുത് സഹോദരിമാരെ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ നീട്ടിപ്പോകുന്നില്ല. ഗീബത്തിന് നിയമത്തെ മുന്നിൽ വെച്ചിട്ട് രാജാക്കന്മാരെ കുറിച്ച് ഒരു ഹദീസെങ്കിലും വായിച്ചില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് ആ രാജാക്കന്മാരെ ഗീബത്ത് നിയമത്തിനെ കുറിച്ച് ഓരോ ഹദീസും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് ഇങ്ങനെ നീണ്ടുപോയാൽ സമയം ദിവസങ്ങൾ പെട്ടെന്ന് തീർന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. അല്ലാഹു തആല എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി വലാ യഗ്തബ ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. ഇതിനേക്കാളും വഷളായി എന്ത് പറയാനുണ്ട് സഹോദരന്മാരെ? നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാത്തത് ഗീബത്ത് പറയരുത്. എന്താ കാരണം? അല്ലാഹു തആല ചോദിക്കുക, ഒരു സഹോദരന്റെ പച്ചമാംസം കൊത്തി വലിച്ചു തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? പച്ചമാംസം അവന്റെ ശവത്തിൽ നിന്ന് എടുത്തിട്ട് തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ? വെറുക്കുന്നുണ്ട് അല്ലേ? ഉദാഹരണം പറയുന്നത് സാധുക്കളായ നമ്മുടെ ഹംസക്കോയ അല്ലെങ്കിൽ നമ്മളിപ്പോലെയുള്ള മനുഷ്യന്മാരല്ല, സൃഷ്ടാവായ അല്ലാഹു പറയുന്നു, എന്റെ പൊന്നുപെങ്ങളെ, ഗീബത്ത് അറിഞ്ഞു മറിയുന്നതയും ഓൾസീനായി നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് ഏത് ഭാഷയിലാണെങ്കിലും ശരി, ഏത് ശൈലിയിലാണെങ്കിലും ശരി പറയരുത്. വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഇടപെടണ്ട. ഗീബത്താകാൻ ആ ഒരു മനുഷ്യന്റെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, ചെരുപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ മതി, നടത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, ഇരുത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഒരുത്തന്റെ വീടിനെ കുറിച്ച് പരാമർശിച്ചാൽ പോലും ഗീബത്താകും. ഇതൊക്കെ പറയുന്നത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം പറയുന്നുണ്ട്. ഒരാളുടെ വീടിനെക്കുറിച്ച് മോശമായി പരാമർശിച്ചു, വീട്ടിന്റെ ഉടമസ്ഥൻ അതിന് അദ്ദേഹത്തിന് അത് ടെൻഷനായി വിഷമമായി, എന്നാൽ ഗീബത്താണ്. ഒരാളുടെ വാഹനത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചു, അയാൾക്കത് വിഷമമാണോ? അത് ഗീബത്താണ്. ഒരാളുടെ വസ്ത്രം, ഒരാളുടെ നടത്തം, ഇരുത്തം, പഠനം, ഒരാളുടെ പരീക്ഷയിൽ പൊട്ടിപ്പോയി, അദ്ദേഹത്തിന് വിഷമമാകുന്ന രൂപത്തിൽ ചർച്ച ചെയ്തു, അത് കുറ്റകരമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല പറയുന്നത് അവന്റെ പച്ചമാംസം കൊത്തി വരിച്ച് തിന്നാൻ ഇഷ്ടപ്പെടുമോന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞത്, ഇയ്യാകുൽ ഗീബത്ത ഫൈനൽ ഗീബത്ത അശദ്ദു മിനസ് സിനാ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ജാരപ്രവർത്തനത്തിനേക്കാളും സങ്കീർണമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നാ. എന്താ? വ്യഭിചാരത്തിനേക്കാളും കടുപ്പോ? അതെ. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ വ്യഭിചരിച്ച് തൗബ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹു തആല തൗബ സ്വീകരിച്ചേക്കാം. ഗീബത്തിന്റെ ആള് തൗബ ചെയ്താലും ഗീബത്ത് പറയപ്പെട്ട കക്ഷി ആരെക്കുറിച്ചാണ് എന്ന് ഗീബത്ത് പറഞ്ഞത്, അയാൾ മാപ്പ് കൊടുക്കാതെ അയാൾ ദോഷം കുറിക്കില്ലല്ലോ. ഇതിനേക്കാളും വലിയ കുറ്റം ഏതാ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അവിഹിതമായി ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. മാഇസ് റളിയല്ലാഹു അൻഹു അതിന് ചെയ്ത തൗബയുടെ വലുപ്പം അർഹമുർ റഹീമായ റബ്ബേ, മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബയുടെ ഹക്ക് കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട്, ആ മാഇസ് റളിയല്ലാഹു അൻഹു തൗബ ചെയ്യുന്ന സമയത്ത് അവരുടെയും നിന്റെയും ഇടയിലുള്ള സിറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെയും നീ നസൂഹായ തൗബ തരണേ റഹ്മാനേ, നസൂഹായ തൗബ തരണേ റഹ്മാനേ, നസൂഹായ തൗബ തരണേ റഹ്മാനേ. മാഇസ് റളിയല്ലാഹു അൻഹുവിനെ മാഇസ് റളിയല്ലാഹു അൻഹു ജാരപ്രവർത്തനം ചെയ്തപ്പോൾ 4 സാക്ഷികൾ വന്നു നിന്നുകൊണ്ട് മഹാനവറുകളെ പ്രതിക്കൂട്ടിലേക്ക്, ജയിലിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതല്ല. മഹാനവറുകളുടെ ഈമാൻ, മഹാനവറുകളെ അതിലേക്ക് വിളിച്ചു കൊണ്ടുപോയതാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം. സുബ്ഹാനല്ലാഹ്. വല്ല തെറ്റുകളും അതിക്രമങ്ങളും തമ്മാടിത്തരങ്ങളും അവർക്ക് വന്നപ്പോൾ ഉടനെ അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വന്നുപോയി. അല്ലാഹുവിനെ ഓർമ്മ വന്നപ്പോൾ അവർക്ക് പിന്നീട് സഹിക്കാൻ കഴിയുന്നില്ല. അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുപോയി. അല്ലാഹു തൗഫീഖ് ചെയ്താൽ തൗബയെക്കുറിച്ച് നമുക്ക് പറയണം.
അർഹമുർറാഹിമീനായ റബ്ബേ, നിങ്ങളും ഈ മുസ്തഗ്ഫിരീങ്ങളിലും തായിബീങ്ങളിലും തവ്വാബീങ്ങളിലും പെടുത്തണേ റഹ്മാനേ. പതിറ്റാണ്ടുകളായി നിന്നെ ദ്രോഹിച്ചുകൊണ്ട് നിന്റെ ശത്രുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ ഞങ്ങളെ കണക്ക് തീർത്ത് നിന്നോട് തൗബയാദിക്കുന്ന ഭാഗ്യശാലികളിൽ പെടുത്തണേ റഹ്മാനേ. മായിസ് റളിയല്ലാഹു അൻഹു സ്വന്തം കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ കോടതിയിൽ വന്നപ്പോൾ മഹാനുഭാവനെ റസൂലുള്ളാഹി ആദ്യമെല്ലാം മാറ്റാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മഹാനവറുകൾ കൂട്ടാക്കിയില്ല. ചരിത്രഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനം മഹാനവറുകളെ എറിഞ്ഞുകൊള്ളുകയാണ്. എറിഞ്ഞു കൊല ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എറിയുമ്പോ എവിടൊക്കെ ഏറി കിട്ടാം, എവിടെയെങ്കിലും കിട്ടുമല്ലോ. ഇന്ന സ്ഥാനത്ത് കണക്കില്ലേ പടച്ചോനെ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ കൂട്ടുകാരനോട് അറിയാതെ പറഞ്ഞുപോയി, ഹാദാ അക്കാസു കമാ യക്കാസുൽ കൽബ്, നായ കൊരക്കണമായിരി കൊരക്കണ കണ്ടീരേ. വേദന കൊണ്ട് ചിലപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ടാവും. ആ കരച്ചിലിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുപോയി. ആ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനഃശാസ്ത്രത്തിൽ അങ്ങേയറ്റത്തെ വലിയ റാങ്ക് വാങ്ങിയ നേതാവല്ലേ. ആ സമയത്ത് നബി തങ്ങളൊന്നും പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൂട്ടക്കാരും നബി തങ്ങളും ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ശവം വഴിയിൽ കിടക്കുന്നുണ്ട്. ഒരു ശവം കിടക്കുന്നുണ്ട്. എന്തോ ഒരു ജന്തു ചത്തുകിടപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ശവം ചത്തുകിടന്നാൽ അങ്ങോട്ട് നോക്കാൻ പോലും നമുക്ക് അറപ്പാണ്, തൊടാന് പിന്നെയും മറപ്പാണ്, അല്ലേ? പക്ഷേ തൊടാൻ അറപ്പായാലും മെല്ലെ എവിടെയെങ്കിലും കുഴിച്ചിടണേ. എന്താ കാരണം? അതിനാഹായി മാത്തത്തിൽ അതാനി ത്വരീഖ്, ഈമാനിന്റെ ശകലമെങ്കിലും കയ്യിൽ വേണം. വഴി ശുദ്ധമാക്കണം. വൃത്തികേടുകളിൽ നിന്ന് വഴിയെ ക്ലീൻ ചെയ്യണം. എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, പെണ്ണുങ്ങളെ, നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ റോട്ടിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയരുത്. കഷായിക്കാരും കച്ചവടക്കാരും പച്ചക്കറി ബിസിനസ്സുകാരും തുടങ്ങിയവരൊക്കെ ആരും കാണാതെ, അധികൃതർ കാണാതെ, ഉദ്യോഗസ്ഥന്മാരായിട്ട് കാണാത്ത സമയത്ത് ചാക്കിലാക്കിയിട്ട് എവിടെയെങ്കിലും സൈഡിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് ജനോപദ്രവം നടത്തരുതേ. അത് ഈമാനിന്റെ വിരുദ്ധമാണ് കേട്ടോ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾ നമ്മൾ പെടുത്തുമാറാകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അങ്ങനെ ഒരു ചത്ത ശവം വഴിയിൽ കിടപ്പുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നേരത്തെ പറഞ്ഞ സഹോദരന്മാരുണ്ടല്ലോ, ഒരാളെ പറഞ്ഞിട്ടുള്ള ഒരാൾ കേട്ട ആളാണ്. മായിസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പട്ടിയുടെ കരച്ചില് പോലെ എന്ന് പറഞ്ഞത് ഒരാളാണ്, കേട്ടത് മറ്റൊരാളാണ്. പക്ഷേ ഗീബത്ത് പറഞ്ഞ ആളും മുൽത്താബിൽ മുസ്തമിഉ ശരീക്കൻ ഫിൽ ഇസ്മി, രണ്ടുപേരും കേട്ടവനും പറഞ്ഞവനും കുറ്റത്തിൽ തുല്യരാണെന്നാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് കേൾക്കാൻ നിൽക്കാൻ പാടില്ലായിരുന്നു. കേട്ടവൻ അവൻ മാറിപ്പോകണമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് രണ്ടു കൂട്ടരെയും ഒരൊറ്റ പട്ടികയിൽ പെടുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, എടോ നിങ്ങൾ രണ്ടുപേരും ഈ റോട്ടിന്റെ സൈഡിൽ കിടക്കുന്ന ശവത്തിൽ നിന്ന് കൊത്തുവിളിച്ച് തിന്നു. ഇത് തിന്നടാ. രണ്ടു കൂട്ടം തിന്ന് കൊത്തി ഒരിച്ചെടുത്ത് തിന്ന്. സുബ്ഹാനല്ലാഹ്. അവർ രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ് മിൻഹു ജീഫ, എന്റെ നിബിധങ്ങൾ പറഞ്ഞു ഈ ശവം തിന്നേ. എന്റെ നിബിധങ്ങൾ പറഞ്ഞു എന്തോ സിറുണ്ടാവും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞതെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അത്ഭുതത്തോടുകൂടി ചോദിച്ചത്, എന്താ നിബിധങ്ങളെ ഈ ശവം തിന്നുകയോ? വഖാല, നബി തങ്ങൾ പറഞ്ഞു, മാ അസ്ബത്തുമാ മിൻ അഖീകുമാ അൻതൻ മിൻ ഹാദിഹി, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങളിപ്പോൾ പിടിച്ചെടുത്തത് ഈ ശവത്തിനേക്കാളും നാറ്റം വഹിക്കുന്നതാണെന്ന കാര്യം മറക്കണ്ട. മായിസിൽ നിന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ ശവത്തിനേക്കാളും നാറ്റം വഹിക്കുന്നതാണ് കേട്ടോ. ആ ചെയ്തി നിങ്ങൾ അതിനേക്കാളും ഭേദം ഈ ശവം തിന്നലായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പരസ്പരം ഗീബത്ത് പറയാതിരിക്കുക. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾക്കുള്ള ബഹുമാനം എന്ന വിഷയത്തിൽ ഒരു ദിവസത്തെ ചർച്ച നമുക്കുണ്ട്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏത് ദോഷിയായ മുഅ്മിനാണെങ്കിലും ശരി,
വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കേസാണ് ഇത്. ഇവിടെയൊന്നും നിൽക്കുന്നില്ല. പത്രത്തിന്റെ താളുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ അധികവും വായിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഗീബത്താണ്, സംശയമില്ലാത്ത ഗീബത്താണ്. ഇനി നാട്ടിൽ മുഴുവൻ നടക്കുന്ന ഒരു വിഷയം അതെങ്ങനെ ഗീബത്താവൂല എന്നാരും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ പത്രത്തിനെ വായിച്ചിട്ട് ഒരു ബലാത്സംഗം ചെയ്ത കേസ്, അല്ലെങ്കിൽ കൊലപാതകത്തിൽ പിടിച്ചുകൊണ്ടുപോയ കേസ്, കാഫിത്യങ്ങളെ പറ്റിയാണെങ്കിൽ പിന്നെ ഏതാണ്ട് പോട്ടെ, ഹുക്കും ബന്ധിക്കുന്ന എന്തെങ്കിലും പറയാം. മോമിനീങ്ങളെ പറ്റി ഒരു മോമിനായ മനുഷ്യ, ഒരു ഫാത്തിമ ബീവിന്റെ, ഒരു സാറാ ബീവിന്റെ, അല്ലെങ്കിൽ ഒരു പോക്കുറ്റിന്റെ ഏതെങ്കിലും ഒരു ബലാത്സംഗത്തിന്റെ കേസ് മറ്റോ ആണെങ്കിൽ അത് വയലിലോ മറ്റോ സംസാരിക്കേണ്ടി വന്നാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റോ എഴുതാൻ ശ്രമിക്കാന്നല്ലാതെ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഗീബത്താണ്. ഗീബത്തിന്റെ പരിധിയിൽ അത് പെട്ടുപോകുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് പോലും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട താബീങ്ങൾ അച്ചടക്കം പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ആ വിഷയത്തിൽ അച്ചടക്കം പറഞ്ഞിട്ടുണ്ട്, അച്ചടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടന്നാൽ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് കടക്കുന്നില്ല. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ മാരി ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ നേരിട്ട് നിബിധങ്ങളിൽ നിന്ന് ശരിയായി അനുഭവിച്ചിട്ട് നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശം കേൾക്കൂ. ലാ യഗ്താബന്ന അഹദുക്കും അഹദാ. കൂട്ടരെ, നിങ്ങൾ ഒരാളെയും കുറ്റം പറയരുതേ. ഫഇന്നീ ഖുൽതു ലിംറഅത്തിൻ മർറതൻ. കാരണം ഞാൻ ഒരു ദിവസം ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞുപോയി. വഅന ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനപ്പോൾ നബി തങ്ങളുടെ അരികിലായിരുന്നു. ശരിക്ക് ശ്രദ്ധിക്കണേ, കേൾക്കുന്നവർ ശരിക്ക് ശ്രദ്ധിക്കണേ. ഞാൻ നബി തങ്ങളുടെ അരികിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. ഇന്നഹാദിഹി ലതവീലത്തുൽ ലൈലി. ഈ പെണ്ണ്, ആ പെണ്ണ് അതിന്റെ തുണിക്കര കുറച്ച് നീളമുള്ള പെണ്ണാണ്. അവളെ തുണിന്റെ കര കുറച്ച് നീളുണ്ട് കേട്ടോ. മുഖ്യതങ്ങള് ആ പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ പെണ്ണിന്റെ വസ്ത്രത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ആ വസ്ത്രത്തിന്റെ കര കുറച്ച് നീളുണ്ട് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഫഖാലി, അരണ്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഭർത്താവ് എന്നോട് ക്ഷണനേരം കൊണ്ട് പറഞ്ഞു, തുപ്പടി ആയിഷ, തുപ്പ്. ഫലഫൽതു മുദ്ഗത ലഹ്മിൻ. ഞാനൊരു മാംസത്തിന്റെ ശകലം ഞാൻ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു എന്നാ പറയുന്നത്. മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ശകലം അതൊരു കുറ്റാണ്. നമ്മളിപ്പോ സാധാരണ പറയുന്നൊരു പറച്ചില, പുതുക്കക്കുട്ടി തിരക്കടില്ലല്ലോ, പുതുക്കക്കുട്ടി സാരി മാത്രം എന്താണെന്നറിയില്ല, ഒരു സുഖം കിട്ടുന്ന ചില നമ്മുടെ പറച്ചിലുകളുടെ ഉദാഹരണങ്ങളെ ഞാൻ പറയാം. സാരി എന്തായാലും സുഖം കിട്ടുന്ന ചില ഗീബത്തായി മാറിപ്പോയി. പുതുനാട്ടിനെ കാണാൻ വേണ്ടി നമ്മളെ പെണ്ണുങ്ങൾ സജീവമായിട്ട് പോകും. അതിന് നമുക്ക് എതിർപ്പില്ല. സ്നേഹം പങ്കിട്ടോളൂ, വെൽക്കം ചെയ്തോളൂ, എതിർപ്പില്ല. തിരിച്ചു വന്നിട്ട് ഓടെ പണ്ട കുറച്ച് കുറവാ, ഒരു കൗത്തിലിട്ട് ആ മാല തീരെ ശരിയായില്ല. ആരാണ് ഇത് പർച്ചേസ് ചെയ്ത് കൊടുത്തത് മനസ്സിലാണില്ല. ആ ചെയിന് തീരെ ശരിയായിട്ടില്ല. ഗീബത്തായി. നിങ്ങളെന്താ വിചാരിച്ചത്? ഗീബത്ത് ആകാൻ ആകാശത്തിലേക്ക് കൊണ്ട് മുട്ടണമെന്നില്ല. ആയിഷാ ബീവി നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഉദാഹരണ സഹിതമാണ്. ലാ യഗ്താബന്ന അഹദുക്കും അഹദാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിന്റെ മാന? മൻസമതനജ. ആരെങ്കിലും നാവിനെ പിടിച്ചു കെട്ടിയാൽ അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഏകദേശം മനസ്സിലാകുന്നുണ്ടാകാം. സഹോദരിമാരെ, ശതക്കണക്കിന് ഹദീസുകളിൽ നിന്ന് ശകലം മാത്രം പൊറുക്കിയെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ധാരാളം ഹദീസുകൾ ഈ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവിടേക്കൊന്നും കൂടുതൽ സഞ്ചരിക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കി, നമീമത്ത് എന്ന് പറയുന്ന കുറ്റം സാധാരണ ഏറ്റവും ഗൗരവമേറിയ ഒരു കുറ്റമാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മളെ സഹോദരിമാരെ പ്രത്യേകിച്ചും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? വൈലി കുല്ലി ഹമസത്തിൽ ലുമസാ അല്ലദീ ജമഅ മാലഹു വഅദ്ദദാ യഹ്സബു അന്ന മാലഹു അഖ്ലദാ കല്ലൈലി യുംബലന്ന ഫിൽ ഹുതമതി വമാ അദ്റാക മൽ ഹുതമ
നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. അല്ലേ? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. ഹുത്തമ എന്ന് പറയുന്ന നരകം പല മോഡലിലാണ്. ഒരു മോഡൽ നരകമാണ് ഹുത്തമ എന്ന് പറയുന്ന നരകം. ആ നരകത്തിന്റെ പ്രത്യേകത, ആ നരകത്തിലേക്ക് കടക്കാനുള്ളത് നിമീമത്തുമായി നടക്കുന്നവരാണ്, ആശ്രയമായി നടക്കുന്നവരാണ്. ഇന്നും അശദിന്നാസ് അല്ലദീന യംശൂന ബിന്നമീമ അയ മുഫർരിഖൂന ബൈനൽ അഹിബ്ബത്തി. ജനങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട വിഭാഗം ആരാണ്? സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ, പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ, സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകൽച്ചയുണ്ടാക്കാൻ ഏഷണിയുമായി നടക്കുന്നവർ ഇതിനേക്കാളും വൃത്തികെട്ടവരില്ല. അർഹമുർ റഹീമിനോട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് ഹുത്തമ എന്ന് പറയുന്ന നരകമാണ്. ആ നരകത്തിന്റെ പ്രത്യേകത എന്താണ്? വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. കത്തിച്ച് ഇങ്ങനെ നെരിപ്പൊടികൊള്ളുന്ന നരകമാണ്. അത് മനുഷ്യന്റെ ശരീരത്തിനെ കാർന്ന് തിന്നിട്ട് നിൽക്കുന്നില്ല. തത്തലിഉ അലൽ അഫ്ഇദ, ഉള്ളിലോട്ട് പോയിട്ട് ഹൃദയത്തിനെ കാർന്ന് തിന്നാൻ വേണ്ടി തീ ഉള്ളിലോട്ട് പോകുന്നു. അവന്റെ ദോരത്തിലൂടെ കടന്നു നിന്നിട്ട് തീ ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട്, നമ്മൾ ഓടിനെയെല്ലാം ചൂളക്കിടുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു ചൂളപ്പരിപാടിയാണ്. ഇഷ്ടിക ചൂളക്കിടുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളൊരു ചൂളനരകമാണ്. ഹൃദയത്തിനെ ആ തീയങ്ങ് പിടികൂടുന്നു. മാത്രമല്ല പിന്നെന്താ പറഞ്ഞത്? പിന്നെന്താ? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. അവരുടെ ഹൃദയത്തിലേക്ക് ചെന്ന് പിടികൂടുന്ന നരകമാണ്. മാത്രമല്ല ആ നരകത്തെക്കുറിച്ച്, ആ നരകത്തിന്റെ അവകാശി നല്ല നല്ല പൈപ്പുകൾ, അവർക്ക് വേണ്ടി തീയിനേറുള്ള പൈപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച് ആ പൈപ്പിന്റെ രണ്ട് ഭാഗങ്ങളും അടച്ച് ഒരു തൂണ് പോലെ, തൂണിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ പെട്ടാൽ എങ്ങനെയുണ്ടാകും? ആ തൂണിന്റെ ഉള്ളിൽ തീയിനേറുള്ള തൂണാണ്. ആ തൂണിന്റെ ഉള്ളിൽ ഏഷണിക്കാരെ തിരികെ വെച്ചിട്ട് രണ്ട് ഭാഗവുമെന്ന് ബന്ധാക്കിയിട്ട് തീയിലിട്ടിങ്ങനെ കത്തിച്ചാൽ ഉള്ളിൽ നിന്ന് കരഞ്ഞാലും വിലപിച്ചാലും പിടച്ചാലും പുറത്താരും അറിയുന്നില്ല. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ പോലും ഇവനെ കാണുന്നില്ല. അർഹമുർ റഹീമിനായ റബ്ബ് അങ്ങനെയുള്ള ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. എന്റെ പെങ്ങളെ, അങ്ങനെയുള്ള കടുത്ത തെറ്റാവുന്നത് നമീമത്തിൽ നിന്ന്, ഗീബത്തിൽ നിന്ന്, പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ നിന്നെല്ലാം ശരീരത്തിനെ കെട്ടിയിട്ട് പരിശീലിക്കണം. ഈ നമീമത്ത് എന്ന് മാത്രമല്ല, നാവുകൊണ്ട് ഇനിയും 10-20ഓളം കുറ്റങ്ങളുണ്ട്. ഞാനതിൽ നിന്ന് രാജാക്കന്മാരെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. ഇനിയും ആ ഭാഗത്തിലൂടെ സഞ്ചരിച്ചാൽ ദിവസങ്ങൾ വേണ്ടിവരും. പക്ഷെ ഞാൻ ഇവിടെ ബ്രേക്ക് ഇടുകയാണ്. നാവിന്റെ കുറ്റങ്ങളിൽ നിന്ന് നാം ശ്രദ്ധിക്കണം. 2 സഹോദരിമാര് നോമ്പ് നോറ്റ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനിതിന് ഇവിടെ പറയുന്നില്ല. ആ സഹോദരിമാര് ചോര ഛർദ്ദിക്കാനും ചരം ഛർദ്ദിക്കാനുമുള്ള കാരണം അത് ഹബീബായ നബിതങ്ങളുടെ കാലഘട്ടമായതുകൊണ്ട് ആ നബിതങ്ങളെ ഉള്ളതിനെ പുറത്തേക്ക് ഛർദ്ദിപ്പിച്ചു. ഒരു പക്ഷേ ആ ഛർദ്ദിപ്പിച്ചതുകൊണ്ട് ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ എന്റെ പൊന്നുമ്മ, നമ്മെ പലരും അങ്ങനെ ഛർദ്ദിക്കാതെ ഉള്ളിൽ തന്നെ ചോരയും ചലവുമായ ഗീബത്തുകൾ കിടപ്പിലാണ് കേട്ടോ. അന്ത്യനാളിൽ ഇതെല്ലാം പുറത്തേക്ക് വരാനുണ്ട്. റഹ്മാനേ റബ്ബ് നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നു പോയതിന് മുഴുവനും തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനിമേലിൽ നമ്മൾ സൂക്ഷിച്ചോ. ഇനി മൂന്നാമത്തത് കപ്പു സംയനിൽ ഇസ്രായേല കുല്യ മക്രൂഹിൻ, വേണ്ടാവൃത്തികൾ കേൾക്കുന്നതിനെ തൊട്ട് നാവിനെ കൺട്രോൾ ചെയ്യാം. മൂന്നാമത്തെ സ്വാധീനങ്ങളുടെ നോമ്പിന്റെ 6 കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തത് അതാണ്. ഞാൻ വിശദീകരിച്ച സമയം വൈകിപ്പോകും, വിശദീകരിക്കുന്നില്ല. മൊബൈൽ ഫോണിലുള്ള മ്യൂസിക് അടക്കം പൂട്ടിവച്ചാളാം.
റമളാൻ മാസം മാത്രമല്ല, ഏത് മാസത്തിലും മ്യൂസിക് പറ്റില്ല. ഇപ്പൊ പുതിയ പല കണ്ടുപിടുത്തങ്ങളുമുണ്ട്. ഞാൻ ആ ഭാഗത്തിലൂടെ കൂടുതൽ സഞ്ചരിക്കുന്നില്ല. കമ്പ്യൂട്ടർ മ്യൂസിക് എന്നൊരു പുതിയ മ്യൂസിക് അനുവദിച്ചു വരുന്നു കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ മുഴുവനും മ്യൂസിക്കിനെ എന്തുകൊണ്ടാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്ന കാരണം പറഞ്ഞപ്പോൾ അതിന് ന്യായം പറഞ്ഞത് ത്വറബ് എന്നാണ്. മനസ്സിന്റെ ആനന്ദം, മ്യൂസിക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ചാഞ്ചാട്ടം, മനസ്സിന്റെ കുളിർമ, മനസ്സിന്റെ ആനന്ദം എന്നാണ്. ഈ ആനന്ദം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടണതില്ലെങ്കിലും കമ്പ്യൂട്ടറിന് പിടിച്ചിട്ടും കൊണ്ടുവന്ന് വെച്ചാൽ ആനന്ദമുണ്ടാവുകയില്ലേ? അതുകൊണ്ട് അത് തീർത്തും അപലപനീയം തന്നെ. ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ളതല്ലാത്ത വാദ്യോപകരണങ്ങൾ പാടില്ല. ദഫ് മുട്ടാൻ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ദഫ് കൊണ്ട് ത്വറബല്ല, അതുകൊണ്ട് തസ്വീത്താണ്. അത് മനസ്സിന് ആനന്ദം കൊള്ളിപ്പിക്കുന്ന ശബ്ദമല്ല, മറിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിശബ്ദത നീക്കിക്കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിക്കാഹ് നിങ്ങൾ പരസ്യമാക്കണം. ഫളിബു അലൈഹി ദുഫൂഫ്, അതിന് നിങ്ങൾ ദഫ് മുട്ടണം. മരിച്ച പുറ പോലെ നിക്കാഹിന്റെ സദസ്സ് ആകാതിരിക്കാൻ ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അത് ആഘോഷ സമയങ്ങളിലൊക്കെ അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ ദഫ് മുട്ടാം, അതിന് എതിർപ്പില്ല. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. കാരണം ദഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ത്വറമല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തസ്മീത്താണ്. ഇത് നമുക്ക് കേൾക്കാം. ശബ്ദമുണ്ടാക്കലാണ്. മരിച്ച വീടുകളെ പോലെയല്ലല്ലോ കല്യാണ വീട്, അത് ആഘോഷ വീടാണ്. അവിടെ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കാൻ അവിടെ ദഫ് മുട്ടാം. ഇതല്ലാതെ അവിടെ മ്യൂസിക്, കോൽക്കളി പോലും ഇന്ന് അനുവദിച്ച് കാണുന്നുണ്ട് പലരും. ഇസ്ലാം അംഗീകരിക്കാത്ത കളികളുടെ കൂട്ടത്തിൽ മഹാന്മാരെ പണ്ഡിതന്മാർ എണ്ണിക്കളഞ്ഞ കാര്യങ്ങളാണെല്ലാം. അതുകൊണ്ട് വളരെ സഗൗരവം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അത് കേൾക്കേണ്ടി വരിക. അതിനെക്കുറിച്ച് ആയത്തും ഹദീസുകളൊക്കെ ഇഷ്ടം പോലെ സമ്മാനങ്ങളിൽ കരുതി അക്കാരൂനിൽ സൂത്തി റബ്ബാനിയൂറവല്ലഹബാറു സുഹത്ത എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. നമ്മുടെ വിഷയം നിന്ന് വീണ്ടുകൊണ്ട് പോകും. മ്യൂസിക്കുകളും എല്ലാവിധ തോന്യാസങ്ങളും അതൊക്കെ കേൾക്കുന്നതിൽ നിന്ന് നാവിനെ തടഞ്ഞു നിർത്തുക. നാലാമത്തെ കാര്യം, സ്വാലിഹീങ്ങളുടെ നോമ്പാകാനുള്ള നാലാമത്തെ കാര്യം, കഫു ബഖിയത്തി ജവാരിഹാനിൽ ആഫാമി. സുബ്ഹാനല്ലാഹ്. മറ്റ് അവയവങ്ങളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുക. മിനൽ യദീവ റിജ്ലി, കൈ, കാലി, വാനിൽ മക്കാരിഹി വക്കഫി ബത്നിൻ ശുബ്ഹാത്തി വക്തൽ ഇഫ്താരി. സുബ്ഹാനല്ലാഹ്. അവന്റെ വെറുക്കപ്പെടുന്ന ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ കടിഞ്ഞാണിടുക. എന്റെ പൊന്നു ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളൊരു പക്ഷേ ഇല്ല എന്ന് പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ആരെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ മുസീബത്തായ വിനോദങ്ങളിലും കളികളിലും ലഹരികളിലും പെട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ റമദാനിന്റെ ഹക്കുകൊണ്ട് നിങ്ങൾ അവരോടെല്ലാം ഒന്ന് ഉപദേശിച്ചു കൊടുക്കണേ. മനുഷ്യൻ ഏത് അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് എത്രമാത്രം ഗൗരവമായ ഹദീസാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി അലാ ലഹവിൻ വലഅബിൻ ഫയസ്ബിഹു വഖദ് മുസിഹു ഖിറവതൻ വഖനാസീർ. ഈ സമുദായത്തിലെ ഒരു സംഘം ആളുകൾ അവസാന കാലഘട്ടം വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ നബിതങ്ങൾ പറയാണ്. ചില ആളുകൾ എന്റെ സമുദായത്തിൽ നിന്ന് കളി വിനോദങ്ങളുടെ മേലിൽ രാത്രിയിൽ അവർ പാർത്തുകൊണ്ടിരിക്കും. രാത്രി എന്നുള്ളത് ഒരു പറച്ചിൽ മാത്രം, കൂടുതൽ ആ സമയത്തായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. രാത്രിയൊക്കെ പാടില്ലാത്തവന് പകലാണെങ്കിൽ പറ്റുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ എന്റെ സമുദായത്തിൽ നിന്നുള്ള ചില ആളുകൾ കളി വിനോദങ്ങളിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കും. പര്യവസാനം അവരൊരു പക്ഷേ നേരം പുലരുമ്പോൾ അവർ ഡോങ്കികളും മങ്കികളും പിഗ്ഗുകളും ആയി മാറി
ഉണ്ടാവും. അവർ കുരങ്ങന്മാരും പന്നികളുമായി കോലം മറിഞ്ഞിട്ടുണ്ടാകും. കണ്ടില്ലേ? കോലം പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു 15ഓളം കാര്യങ്ങൾ എണ്ണിയിട്ട് അതിന്റെ അവസാനം പറഞ്ഞു ഫന്തലിറുന്തലായിക ഹസ്ഫന്ന മസ്ഖാ വരീഹൻ ഹംറാ. ആ കാര്യങ്ങളെല്ലാം ഇവിടെ പുലരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് രൂപം അറിയുന്നതിനെ, കോലം അറിയുന്നതിനെ. ഒരു 4-5 വർഷം മുമ്പ് ബോംബെയിൽ ഒരു പെൺകുട്ടി പല്ലിയായി രൂപാന്തരപ്പെട്ടു എന്ന് കേട്ടു. അല്ലാഹു ആലം, എന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. സംഭവിക്കുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ല. കളിക്കൂട്ടുകാര് ശരിക്കും ശ്രദ്ധിക്കണേ. എന്റെ പൊന്നുമ്മ, നേരം വരുന്ന സമയത്ത് നമ്മുടെ കൊച്ചുമകൻ ഒരു പന്നിയുടെ രൂപമായി രൂപപ്പെടുന്നത് ശ്രദ്ധിച്ചോടണം കേട്ടോ. മഹാന്മാര് പറഞ്ഞിട്ടില്ലേ, ചില പാറക്കല്ലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ധൈര്യമില്ല. പണ്ട് കാലത്ത് അതെല്ലാം ചില മനുഷ്യന്മാരായിട്ടുണ്ടാകും, കോലം മറിച്ചിട്ട് പാറ പോലെ ആക്കിയിട്ടുണ്ടാകാം. അല്ലേ? എത്രയുണ്ട്. ഇനി നോക്കി നിങ്ങൾ, ഭൂമി പിടിച്ച് വിടുന്നത് എന്നും ഇന്നിപ്പോ നമ്മളിത് കേട്ടു അല്ലേ? എത്രയോ കേട്ടു. നോക്കി നിങ്ങൾ ഹദീഫിൽ തുർമുദി ഇമാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം, യബീതു ഖൗമുൻ അലാ ലഹവിൻ വലാദിൻ. ചില സംഘങ്ങൾ കളിവിനോദങ്ങളുടെ മേലിൽ അതാ അവർ താമസിക്കുന്നു. ഫബൈനമാഹും കദാലിക, അവരങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ഇത് ഖസഫല്ലാഹു തആല ബി അവ്വലിഹിം വആഖിരിഹിം, ഒന്നടങ്കം അവരാദ്യം മുതൽ അവസാനം വരെ സെറ്റ് ഒന്നായിട്ട് അല്ലാഹു തആല ഭൂമിയെ പിടിച്ച്, അവരെ കൊണ്ട് ഭൂമിയെ പിടിച്ച് അവരെ പിടിച്ച് മുങ്ങിക്കറയും. അവരെ കാണൂല. ഇപ്പൊ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു അല്ലേ, അമേരിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ സഹോദരൻ ആ വീട്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ പരിസരത്തുണ്ട്. ഒരുത്തൻ താനേ ആ റൂമിൽ നിന്ന് തന്റെ റൂം സഹിതം താഴേക്ക് ആണ്ടുപോയി. കഴിയുന്ന കിണഞ്ഞ് പരിശ്രമിച്ചു. സഹോദരൻ ഉള്ള സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഉപയോഗിച്ചു. ശാസ്ത്രീയമായി വല്ലാത്ത വികാസനം അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് വെച്ചാണ് സംഭവം. പക്ഷേ പിടിച്ചെന്ന് കൊണ്ടുപോയി. അല്ലാഹു തആല ചെയ്യുന്ന ശിക്ഷകള് സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിലക്കുള്ള ഭൂമി പിടിച്ച് ജനങ്ങളിൽ എത്രയോ കിണറുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലേ ഭൂമിയിലേക്ക് ആണ്ടുപോയി, എത്രയോ വീടുകൾ ആണ്ടുപോയി. ഈ നിലക്കുള്ള പ്രകൃതി ദുരന്തങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ കോപത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ കോപത്തിന്റെ ലക്ഷണങ്ങൾ വിശുദ്ധ റമദാനിന്റെ സമയത്ത് പോലും നടപ്പിൽ വരുത്തുന്നത് സങ്കടകരം തന്നെ. ഞാനിപ്പോ കേട്ട് നമ്മുടെ ചെറുപ്പക്കാരെ പറഞ്ഞൊരു വിഷയം ശരിയാണോ എന്ന് എനിക്കറിയില്ല. മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദ് ഇന്ന് നടക്കുന്ന ഫുട്ബോൾ കളിയെക്കുറിച്ച്, അതിനുവേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന ആവേശത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പിറ്റേന്ന് ഫ്ലക്സ് ബോർഡ് പൊന്തിയെന്നാ പറയുന്നത്. അല്ലാഹു ആലം, എനിക്കറിയില്ല, കൂട്ടുകാർ പറഞ്ഞതാണ്. പിറ്റേന്ന് ഫ്ലക്സ്. എന്താ ഫ്ലക്സ്? ഉസ്താദ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ബ്രസീൽ കത്ത് കൊണ്ടുപോകും. എന്താ ഉസ്താദ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ബ്രസീൽ കത്ത് കൊണ്ടുപോകും. അപ്പൊ കത്ത് ബ്രസീൽ കൊണ്ടുപോകുന്നുള്ളതാണ് കാര്യം. അത് ഉസ്താദ് പറഞ്ഞാൽ മതി, വേറെയുള്ള ഒന്നും പറയണ്ട, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനെതിർത്ത് പറയണ്ട, ഒന്നും പറയണ്ട, നമുക്ക് ബ്രസീൽ കത്ത് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ വിഷയം മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ സമൂഹം എവിടെ എത്തിയെന്നറിയാൻ, നിസ്കരിച്ചത് കൊണ്ട്, നോമ്പ് നോറ്റത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ പ്രതീക്ഷയിൽ നിൽക്കേണ്ടതില്ല. കാരണം നമ്മുടെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും എല്ലാം കാര്യം ഇൻഷാ അല്ലാഹ് അവസരമുണ്ടെങ്കിൽ മുനാഫിഖും മുഅ്മിനും തമ്മിൽ വേർതിരിയുന്ന ഭാഗം ചർച്ചയിൽ വരികയാണെങ്കിൽ നമുക്ക് പറയാം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സവാദിർ എന്ന കിതാബിൽ ഒരു അധ്യായം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ തലക്കെട്ടെന്താണ്? മഹബ്ബത്തുൽ അലമത്തി അവൽ ഫസഖത്തി ബി അയ്യി നൗഇൻ കാന ഫിസ്ഖുഹും വബുഗ്ദുസ് സാലിഹീൻ. തമ്മാടികളായ ആളുകളെ സ്നേഹം വെച്ചു പോവുക. കബായിർ വൻകുറ്റങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മഹാനവറുകൾ ഉണ്ടാക്കിയ കിതാബാണ് സവാദിർ.
വൻകുറ്റങ്ങളായി ഹദീസിൽ വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള കുറ്റങ്ങളെല്ലാം മഹാനവറുകൾ കോർത്തിണക്കിയിട്ട് ഒരു കിതാബുണ്ടാക്കിയ കിതാബിന്റെ പേരാണ് സവാദിർ അനിഖ്തിറാഫുൽ കബായിർ, വൻകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നതിന് തൊട്ട് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ വൻകുറ്റങ്ങളുടെ കൂട്ടത്തിൽ മഹാനവറുകൾ ഒരു കുറ്റം എടുത്തു കൊടുത്തത് നിങ്ങൾ കാണണം. ബോള് കളിക്കലല്ല ഈ അധ്യായത്തിൽ പറയുന്നത്, ക്രിക്കറ്റ് കളിക്കലല്ല പറയുന്നത്, ക്യാരം ബോർഡ് കളിക്കലല്ല പറയുന്നത്, സിനിമ കാണലല്ല പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഒരു വൻകുറ്റം പറയുന്നത് മഹബ്ബത്തുൽ അലമത്തി അവൽ ഫസഖത്തി, തമ്മാടിയായ ആള് അല്ലെങ്കിൽ ദ്രോഹികളായ ആളുകളെ സ്നേഹം വെച്ചുകൊള്ളുക. അവരുടെ തമ്മാടിത്തം ഏത് ഇനത്തിൽപ്പെട്ട തമ്മാടിത്തമായാലും അവരോട് സ്നേഹം വെച്ച് പുലർത്തൽ വൻകുറ്റമാണ്. സ്നേഹം വെക്കുക, തമ്മാടികളോട് സ്നേഹം വെക്കുക. നോക്കി നിങ്ങള്, ഞാൻ പറയണ്ടല്ലോ, മഹാനായ മഹാനുഭാവൻ ഒരു ഹദീസ് കൊണ്ടുവന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഹദീസാണ് അല്ലേ? ആ ഹദീസ് ഏതാ? അൽ മർഉ മഅ മൻ അഹബ്ബ വഇൻ ലം യഅമൽ ബിഅമലിഹിം. നമ്മൾ സാധാരണ ഹദീസ് ഓതാറുള്ളത് അമ്പിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്. എന്നാൽ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കൊണ്ടുവന്ന അധ്യായം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. തമ്മാടികളായ ആളുകളെ സ്നേഹിക്കുക. തമ്മാടികളായ ആളുകൾ എന്നാണ് ഉസ്താദങ്ങളെ നമ്മളെ കളിക്കാരെ കുറിച്ച് തമ്മാടികളെന്ന് പറയല്ലോ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അതിനും ശകലം ഞാൻ ഓതാം, സമയം കുറച്ചുള്ളൂ, എന്നാലേ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് തമ്മാടികളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ അത് ഹറാമാണെന്നും ആ സ്നേഹം വൻകുറ്റങ്ങളിൽപ്പെട്ടതാണെന്നും തെളിയിക്കാൻ അദ്ദേഹം കൊടുത്ത അധ്യായത്തിൽ മഹാനുഭാവൻ കൊടുത്തുകൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ മനസ്സിൽ സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്, അവനോടൊപ്പമാണ്. വഇല്ലം യഅമൽ ബിഅമലിഹിം, അവരുടെ കർമ്മം ഇവൻ ചെയ്തില്ലെങ്കിൽ പോലും. സച്ചിൻ ടെണ്ടുൽക്കറിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാനില്ല, ക്രിക്കറ്റ് കളിക്കാൻ ഞാനില്ല, പക്ഷെ എനിക്ക് മൂപ്പരെ ഭയങ്കര ഇഷ്ടമാണ്. വൻകുറ്റാണെന്ന് മാത്രമല്ല, അൽ മർഉ മഅ മൻ അഹബ്ബ, അവനോട് കൂടെയായിരിക്കും ഇവരെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ചിലർ വിഷയമല്ല, വളരെ ഗൗരവമാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ കാരണം പറയുന്നത് കേൾക്കണം നിങ്ങൾക്ക്. ഇതിൽ ഫർളു അന്നഹു അഹബ്ബൽ ഫാസിഖീന ലിഫിസ്ഖിഹിം അല്ലേ? അവൻ തമ്മാടികളെ ഇഷ്ടപ്പെട്ടത് എന്ത് കെയർ ഓഫിലാണ്? അവരുടെ തമ്മാടിത്ത പ്രവർത്തനത്തിന്റെ കെയർ ഓഫിലാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ നാം പ്രിയം വെക്കുന്നത് അവന്റെ മുഖസൗന്ദര്യത്തിന്റെ പേരിൽ അല്ല, ആണോ? അവൻ ക്രിക്കറ്റ് കളിയിൽ കേമനാണ് എന്നതിന്റെ പേരിലാണ്. ആ കളി ഹറാമാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? മനുഷ്യനെ ദീനാലും എല്ലാ നിലക്കും നശിപ്പിക്കുന്ന കളിയായി അവസാന കാലഘട്ടത്തിൽ പിശാച് ഇറക്കുമതി ചെയ്ത കളിയാണ്. ഇനി ഏതെങ്കിലും ഒരു നല്ല ലക്ഷ്യം അതിന്റെ മുന്നിൽ കിട്ടുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തോ ഒന്ന് ചെയ്യുന്നു എന്ന കൂട്ടത്തിൽ അതിനെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെയ്താൽ അനുവദനീയം എന്ന പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഇന്നത്തെ ചുറ്റുപാടിൽ കാണുന്ന രൂപത്തിലുള്ള ക്രിക്കറ്റ് കളി തീർത്തും നിഷിദ്ധം തന്നെ. ഇന്നത്തെ ചുറ്റുപാടിൽ കാണുന്ന ക്രിക്കറ്റ് കളി അത് മനുഷ്യനെ എല്ലാ നിലക്കും തിന്മയിലേക്ക് നയിക്കുന്നതാണ്. ഇനി ഏത് കളിയാണെങ്കിലും ശരി, ടൂർണമെന്റ്, ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ടൂർണമെന്റ് അത് കടുത്ത ഹറാമാണ് എന്ന കാര്യം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീൻ, മിൻഹാജിന്റെ അവസാന ഭാഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളൊരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയാണ് മദ്രസയിൽ, കുഴപ്പമില്ല. എന്താ കാരണം? കുട്ടികൾ നമ്മൾ മത്സരിച്ചിട്ട് വേറൊരാൾ സമ്മാനം കൊടുക്കുകയാണ്, രണ്ടാൾ ഓടുന്നു, എന്നിട്ട് സമ്മാനം വേറൊരാളെ വക പാരിതോഷികമായി കൊടുക്കുന്നു, കുഴപ്പമില്ല. അതേസമയത്ത് ഈ രണ്ട് ഓടുന്ന ആളുകൾ കൂടിയിട്ട് പൈസ പിടിച്ചിരിക്കുക, എന്നിട്ട് കിട്ടുന്ന ആൾ ആരാണോ ഭാഗ്യവാൻ ഓൺ കിട്ടുക, രണ്ടും കൂടി ഒരാൾക്ക് കിട്ടുക. ഇതിന്റെ പേരല്ലേ ഖിമാറ്, ഇതിന്റെ പേരല്ലേ ചൂതാട്ടം. വിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ടില്ലേ? അപ്പോൾ ചൂതാട്ടം ഇന്നത്തെ ടൂർണമെന്റുകളിൽ മുഴുവനും കാണുന്നുണ്ട്. ഈ ചൂതാട്ടം ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല.
നിങ്ങൾ നോക്കി, കളികളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായി അനുവദനീയമാണോ അല്ലേ എന്ന് ചർച്ച നടത്തിയ ഒരു കളിയുണ്ടെങ്കിൽ അത് ശത്രുഞ്ച് കളിയാണ്. ശത്രുഞ്ചി എന്ന പേരിൽ തന്നെ അതേ മോഡലിൽ തന്നെ വേറെ ചില കളികളും ഉണ്ട്. അതുകൊണ്ട് ചതുരംഗ കളി എന്ന് പ്രത്യേകം ഞാൻ പറയാത്തത്. അത് ചില പ്രത്യേകമായ രൂപം നമ്മൾ ചതുരംഗ മോഡൽ നമ്മളെ പിന്നെ ഒരു കളി ഉണ്ടല്ലോ, ആ ആണിയും തലയും കുതിരക്ക് വെച്ചുകൊണ്ടല്ലേ ആ കളി. പക്ഷേ ആ കളിയിൽ തന്നെ ഷാഫി മദ്ഹബിന്റെ പ്രധാനപ്പെട്ട ഫത്വ എങ്ങനെയാണ്? ഷാഫി മദ്ഹബല്ലാത്ത അധിക മതവികാരം ശത്രുഞ്ച് ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. എന്നാൽ ഷാഫി മദ്ഹബുകളിൽ ഒരു നിസ്കാരത്തെ കളാക്കുന്ന സംഭവം വന്നുപോയാൽ, അല്ലെങ്കിൽ പകരത്തിന് പകരമായി കളി വന്നുപോയാൽ, ഇന്നത്തെ ടൂർണമെന്റ് പോലെ ഷീട്ടുകളി പോലെ പകരം വെച്ചുകൊണ്ടുള്ള കളിയായി പോയാൽ അത് ഹറാമാണ്. ഷാഫി മദ്ഹബിലും ഹറാമാണ്. എന്നാൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ശത്രുഞ്ച് ഷാഫി ഇമാമിന്റെ അടുക്കൽ അത് കറാഹാണ്, മറ്റുള്ള ഇമാമാരുടെ അടുക്കൽ ഹറാമുമാണ്. എന്തുകൊണ്ടാണ് ഷാഫി മദ്ഹബിൽ അത് ഹറാമിന്റെ പരിധിയിൽ പെടുത്താത്തത്? അത് മുഖേന മറ്റ് ഇസ്ലാമികമായ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ, അഥവാ പന്തയം വെക്കുന്ന സ്വഭാവമോ ടൂർണമെന്റിന്റെ സ്വഭാവമോ ചൂതാട്ടത്തിന്റെ സ്വഭാവമോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും വരാത്ത രൂപത്തിൽ അത് നടക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബിൽ ഹറാമിന്റെ പരിധിയിൽ അത് പെടാതിരിക്കാനുള്ള ന്യായം അത് എന്താണ്? ശത്രുഞ്ച് കളിയും മറ്റേ കളികളും തമ്മിൽ ചെറിയ വ്യത്യാസം. ഇത് ചിന്തയുടെ മേലിൽ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. യുദ്ധതന്ത്രങ്ങളിൽ തന്ത്രം നനയാൻ ചിലപ്പോൾ ഉപകാരപ്പെടും. ആ നിലയ്ക്ക് ഇതിനെ നിരുപാധികം ഹറാമാണെന്ന് പറയുന്നില്ല. ഇങ്ങനെയുള്ള ചതുരംഗക്കളിയെക്കുറിച്ച് പോലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു പറയുമോ? ഇദാ മറത്തും ബിഹാഉലാഇ അല്ലദീന യൽഅബൂന ബിഹാദിഹിൽ അസ്ലാമി വശത്റൻജി വശത്റൻജി വമാ കാന മിനൽ ലഹ്വി ഫലാ തുസല്ലിമു അലൈഹിം. ഇങ്ങനെ കളി വിനോദങ്ങളുടെ മേലിൽ ചൂതാട്ടം ചതുരംഗ കളിയാണെങ്കിൽ പോലും ഈ കളികളിൽ മുഴുകി നിൽക്കുന്ന ആളുകളുടെ അരികിലൂടെ നിങ്ങൾ നടന്നു പോയാൽ, വമാ കാന മിനൽ ലഹ്വി അതുപോലുള്ള വിനോദത്തിന്റെ കക്ഷികളുടെ അരികിലൂടെ നിങ്ങൾ നടന്നു പോയാൽ ഫലാ തുസല്ലിമു അലൈഹിം അവരുടെ മേലിൽ നിങ്ങൾ സലാം പറയല്ല. സലാം പറയല്ല. കാരണം അവരങ്ങനെ സംഘടിച്ച് അതിന്റെ മേൽ മുഖം കുത്തി ആ കളിയിൽ അവർ ഒഴുകിപ്പോയാൽ പിശാച് അവന്റെ പട്ടാള സൈന്യം കടന്നു വന്ന് എല്ലാം അവൻ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ ആ സദസ്സിൽ നിന്ന് പിരിയുന്നത് വരെ കളിക്കില്ലാതെ പട്ടികളെ പോലെ ഈജിപ്തമായത്തനാദീഫത്തിൽ ഒരു ശവത്തിന്റെ മേൽ ഒരുമിച്ചുകൂടിയ പട്ടികൾ എപ്രകാരം ആ ശവത്തിന്റെ മേൽ കളിച്ചുകൊണ്ടിരിക്കും, അപ്രകാരം ഇവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് മഹാന്മാർ പറഞ്ഞ ധരണികളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വിനോദങ്ങളുമായി നടക്കുന്ന ആളുകൾ തമ്മാടികളാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തമ്മാടികളെ മഹത്വത്തിൽ വെക്കുന്നത് ശരിയായ വൻകുറ്റമാണെന്ന് പറയുന്നത് ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഈ കാണുന്ന ലോകകപ്പിനെ പ്രണയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ചിലപ്പോൾ എനിക്കെതിലും ഫ്ലെക്സ് ബോർഡ് ഉണ്ടാവും, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതൊരിക്കലും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പിരിയാനുണ്ടെന്ന ബോധം, ഈ ലോകത്തിൽ നിന്ന് പിരിയാനുണ്ടെന്ന ബോധം എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് വേണം. അർഹമുർ റഹീമായ റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രമാത്രം പൗർണമി സമാനമായ ഒരു അവസരമാണ്, അല്ലെങ്കിൽ അത്രമാത്രം സന്തോഷകരമായ ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് മുമ്പിൽ സമ്മാനിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എത്ര റാഹത്തായി നമുക്ക് പിരിയണം, എത്ര സന്തോഷത്തിൽ മുന്നോട്ട് പോകണം. അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിശാചിന്റെ കിണിവരകളിൽ അകപ്പെട്ടുകൊണ്ട് നാം എന്തിനാണ് നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നത്?
الصائمون ينفخ من أفواههم ريح المسك ويوضع لهم مائدة تحت العرش يأكلون منها والناس في الحساب. അള്ളാഹു പൊരുത്തപ്പെട്ട നിലപാടിൽ നോമ്പ് നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഖബറിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ വായിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധമടിച്ചു വീശും. കസ്തൂരിയുടെ സുഗന്ധത്തോടുകൂടെയാണ് അവർക്ക് പുറത്തേക്ക് വരാനുള്ളത്. അത്രയും നല്ല റെസ്പെക്റ്റുള്ള കസ്തൂരിയുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മണം പിടിക്കുന്നു. മാത്രമല്ല, ഹദീസിന്റെ ബാക്കി ഭാഗം ഞാൻ അർത്ഥം വെച്ചിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഹിസാബിലാകുന്ന സമയത്ത് നോമ്പ് കൊണ്ട് ഭാഗ്യം കിട്ടിയ ആളുകളെല്ലാം അവർ വിഐപികളായി സ്വർഗത്തിലേക്ക് കുടിക്കുന്നിറങ്ങുന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും നല്ല അവസരങ്ങൾ കളഞ്ഞു കൂച്ചി എന്തിനാണ് സഹോദരന്മാരെ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അർഹമുർ-റഹീമായ റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇനി ഓർമ്മപ്പെടുത്താനുള്ളത് 2 വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ പറയാൻ സമയമില്ല. നമ്മുടെ കേരളത്തിൽ 6:19 ആയി. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാനുള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാർ, അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, അവരുടെ അമലുകളിൽ നീ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഈ മഹത്തായ ഈ ഇത്രയും പുണ്യകരമായ ഒരു മാസത്തെ ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ എങ്ങനെയെങ്കിലും ഒരു മാസം എത്തിക്കാനുള്ള ഒരു പ്രാക്ടീസ് അത് നമ്മൾ നടത്തണം. ഇൻഷാ അല്ലാഹ് അവയവങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോച്ചിങ് ഈ വിശുദ്ധ റമളാനിൽ തന്ത്രപൂർവ്വം നമ്മൾ മെനഞ്ഞെടുക്കുക. അതെങ്ങനായാലും വേണ്ടിയില്ല, എങ്ങനെ തന്ത്രം പ്രയോഗിച്ചാലും വേണ്ടിയില്ല. ആരും കാണാതെ ഒളിഞ്ഞിരുന്നാൽ മാത്രമേ എനിക്ക് റമളാൻ രക്ഷപ്പെടുള്ളൂ എന്ന് തോന്നാണോ? എന്നാ അത് പിടിച്ചോ, എന്തെങ്കിലും കാട്ടിട്ട് റമളാൻ രക്ഷപ്പെട്ട് കിട്ടണം. അർഹമുർ-റഹീമായ റബ്ബ് ഈ റമളാൻ നമുക്ക് തഖ്വയുടെ റമളാൻ, തഖ്വ പരിശീലിക്കുന്ന റമളാനായി നമുക്ക് അനുകൂലമാക്കി പെരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 കാര്യവും കൂടെ, അവയവങ്ങളുടെ സംരക്ഷണം പറഞ്ഞു കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് 2 കാര്യവും കൂടെ പറയാനുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങൾ പറയണം. അഥവാ സ്വാലിഹീങ്ങളുടെ നോമ്പായി തീരാൻ, തഖ്വ സംഭരിക്കുന്ന നോമ്പായി തീരാൻ മർമ്മപ്രധാനമായ 2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ റഹ്മുർ-റഹീമായ റബ്ബ് നമുക്ക് അവസരം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട് ചില ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ അബദ്ധങ്ങളായി സംഭവിച്ചുകൊണ്ട് പലവരുടെയും നോമ്പ് തന്നെ വെള്ളത്തിലായി പോകുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നാളത്തെ ക്ലാസ് എല്ലാവരും നേരത്തെ ക്ലാസ് റൂമിൽ എത്തിപ്പെട്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സിനെ സ്വീകരിക്കണ റഹ്മാനെ, ഞങ്ങളുടെ ക്ലാസ് റൂമിനെ സ്വീകരിക്കണ റഹ്മാനെ. ഈ ശബ്ദം ലോകത്തിന്റെ പല കോണുകളിലും എത്തിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ദീനീ പ്രചരണ രംഗത്ത് വലിയ ഒരു ശക്തി തന്നെയായി പ്രവർത്തിക്കുന്ന KMICക്ക് നീ ശരിയായ വിജയം കൊടുക്കണ റഹ്മാനെ. അതിന്റെ ആളുകൾ നമ്മളെ ഇനി സ്വർഗപ്പൂമ്പാവനത്ത് ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. നജ്റാനിലെ ICF സെക്രട്ടറിയായ അബ്ദുൽ ജബ്ബാർ വിളയിൽ എന്നിവരുടെ ഉപ്പ ആശുപത്രിയിലാണെന്ന് പ്രത്യേകം ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അർഹമുർ-റഹീമായ റബ്ബേ, ആ സഹോദരന്റെ രോഗങ്ങൾ എന്താണെങ്കിലും ഈ വിശുദ്ധ മാസത്തിന്റെ, വിശുദ്ധ ദിവസത്തിന്റെ, വിശുദ്ധ സമയത്തിന്റെ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്, നിന്റെ അടുക്കൽ അംഗീകൃതമായ ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹക്ക് കൊണ്ട് ആ സഹോദരന്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കണ റഹ്മാനെ. ഏതെല്ലാം സഹോദരങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞു, സാധുവായ എന്നോട് വല്ല വിഷയത്തിന് സംസാരിക്കാൻ, ചിലപ്പോൾ ഈ വിഷയം സംസാരിക്കുന്ന വിഷയത്തിലായി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറ്റും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ വിളിക്കുന്നവർ രാത്രി ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സമയമനുസരിച്ച് 10 മണിയുടെയും 11 മണിയുടെയും ഇടയിൽ വിളിക്കുകയാണെങ്കിൽ അത് സൗകര്യമാണ്. മറ്റുള്ള സമയങ്ങളിൽ വിളിച്ചാൽ ചിലപ്പോൾ ഉറങ്ങുകയോ മറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോൾ കിട്ടാതിരുന്നാൽ ഒരു വീര്യാണോ എന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോകരുത്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അർഹമുർ-റഹീമായ റബ്ബ് ഖൈറാത്തുകൾക്ക് വേണ്ടി സഹകരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു 11 ഇസ്തിഗ്ഫാർ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയുടെ പ്രദോഷ സമയമാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഒരു 11 ഇസ്തിഗ്ഫാർ എല്ലാവരും ചൊല്ലുക. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ആളുകളെ പലപ്പോഴും നമ്മൾ
ഗീബത്ത് പറഞ്ഞവരായിരിക്കാം, നമീമത്ത് പറഞ്ഞവരായിരിക്കാം, പലരോടും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ നോമ്പിനെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, ഞാൻ വായിക്കാതിരുന്നതാണ്. നോമ്പിനെ കുറിച്ച്, നോമ്പ് ചിലപ്പോൾ നമ്മുടെ മറ്റ് അമലുകളൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറക്കുന്ന കൂട്ടത്തിൽ നോമ്പിനെ വിത്തൗട്ട് ചെയ്യും എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളെ അതിൽ ബലം പിടിച്ച് നിൽക്കണ്ട, എന്നാലും അത് എതിരഭിപ്രായം ഉണ്ട്. എന്നാലും കുറെ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് സുരക്ഷിതമായ ഒന്നായി നോമ്പിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അർഹമുർ-റാഹിമീനായ റബ്ബ് ആ നിലക്ക് പാപഭംഗിരമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല സുരക്ഷിതമായ ഒരു നോമ്പായി നമ്മുടെ നോമ്പിനാക്കി പെരുമാറാകട്ടെ. മറ്റു കുഴപ്പക്കാരൊന്നും കൊണ്ടുപോയില്ല. അതായത് മറ്റ് സൃഷ്ടികളുമായുള്ള ഇടപാടുകൾക്ക് പിടിച്ചുപിടിക്കാത്ത ഒരു അമലായി നോമ്പ് നിലകൊള്ളുന്നതാണ്. മാത്രമല്ല മറ്റൊരു അമലുകൂടെ ഞാൻ പറയാം. ഇഖ്ലാസ് സൂറത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലായിട്ട്, പല സമയങ്ങളിലായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഓടുന്നത് എന്നുകൂടി കൂടിയിട്ട് 1,00,000 തവണ ഇഖ്ലാസ് സൂറത്ത് ജീവിതത്തിൽ ചൊല്ലിത്തീർക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവന് പരലോകത്ത് ലൈഫുള്ള എന്ന ടൈറ്റിൽ കിട്ടുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഗസ്റ്റ് എന്ന ടൈറ്റിൽ. അങ്ങനെ ആ ഗസ്റ്റ് എന്ന ടൈറ്റിൽ കിട്ടുന്ന മനുഷ്യനെ തബിആത്തുകൾക്ക് വേണ്ടി മറ്റുള്ളവർ പിടികൂടുമ്പോൾ, അഥവാ മറ്റുള്ളവരുമായ ഗീബത്തിന് നിമിത്തത്തിന്റെ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പിടിച്ചു വിരിക്കുന്ന സമയത്ത് അള്ളാഹു ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ ഫലിൽ നിന്ന് നൽകുമെന്നും ഇത്തരക്കാരെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാര് ഇഖ്ലാസ് സൂറത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. 1,00,000 ഇഖ്ലാസ് മരിക്കുന്നതിനിടയിൽ ചൊല്ലിത്തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് പവറുകൾ വേറെയുമുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. കൂടാതെ ഒരു ഇസ്തിഗ്ഫാർ പഠിച്ചു വെച്ചോ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മോമിനാത്തുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ഒരു ദിവസം ചുരുങ്ങിയത് 27 തവണ, ഒരു അഭിപ്രായം അനുസരിച്ച് 25 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അസ്തഗ്ഫിറുല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഒന്ന് പറഞ്ഞാട്ടെ 3 വട്ടം. അസ്തഗ്ഫിറുല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അസ്തഗ്ഫിറുല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അസ്തഗ്ഫിറുല്ലാഹ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പഠിച്ചവനെ, മോമിനാത്തുകൾക്ക് വേണ്ടി, മോമിനീങ്ങളായ ആണബന്ധങ്ങൾക്ക് ഞാനിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്ന. ഇങ്ങനെ ചെല്ലിയാൽ 27 തവണ ഒരു മനുഷ്യൻ ചെല്ലിയാൽ അവൻ ഔലിയാക്കളുടെ പദവിയിലേക്ക് അല്ലാഹു ഉയർത്തുമെന്നുണ്ട്. കൂടാതെ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊരു കാരണമാണ്. അതുകൊണ്ട് ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരു 11 ഇസ്തിഗ്ഫാർ എല്ലാവരും റാഹത്തായിട്ട് ചെല്ലുക. മുസ്തഗ്ഫിറുല്ലാഹല്ലദീം, 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 മുസ്തഗ്ഫിറുല്ലാഹല്ലദീം. അർഹമുർ-റാഹിമീൻ യാ റബ്ബേ, അർഹമുർ-റാഹിമീൻ യാ റബ്ബേ, അർഹമുർ-റാഹിമീൻ യാ റബ്ബേ. നിന്റെ വിശുദ്ധമായ മാസത്തിൽ, വിശുദ്ധമായ ദിവസത്തിൽ, വിശുദ്ധമായ സദസ്സിൽ നിന്റെ കാര്യങ്ങൾ, സന്ദേശങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ തൗഫീഖ് നൽകി ഒരുമിച്ച് വിടാൻ ഭാഗ്യം നൽകിയെന്ന റബ്ബേ. ഞങ്ങൾ വളരെ മോശപ്പെട്ടവരാണ്, വളരെ മോശപ്പെട്ടവരാണ്. ഈ അമ്പനാടിന്റെ സായം സന്ധി ജീവിക്കാൻ വിധിക്കപ്പെട്ട ദുർബലരാണ്. വണ്ണമറ്റ കൊടിയ പാപങ്ങളുടെ, തെറ്റുകുറ്റങ്ങളുടെ, തമ്മാടിത്തരങ്ങളുടെ, അക്രമങ്ങളുടെ, ക്രൂരതകളുടെ, ദുസ്വഭാവങ്ങളുടെ ഉടമകളാണ്. നമ്മൾ ചെയ്ത മംഗത്തരങ്ങൾ ആരോട് ചെയ്യുന്നതാണെങ്കിലും, ഏത് അണവിലുള്ളതാണെങ്കിലും, എത്രമേൽ ആവർത്തിച്ചുള്ളതാണെങ്കിലും, റഹ്മാനേ റബ്ബേ, എത്രമേൽ വശമേതാണെങ്കിലും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരകയറ്റണേ റഹ്മാനെ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ ഫലിലല്ലാതെ കരമില്ലാതെ, ലത്തുഫല്ലാതെ, റഹ്മത്തല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രതീക്ഷയില്ല. നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ, രക്ഷിക്കണേ റഹ്മാനെ, രക്ഷിക്കണേ റഹ്മാനെ, കരകയറ്റണേ റഹ്മാനെ. വിശുദ്ധ റമദാനിന്റെ ഭാഗ്യശാലികളെ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. വിശുദ്ധ റമദാനിന്റെ മഹത്വം ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുന്ന ഭാഗ്യശാലികളിൽ പെടുത്തണേ റഹ്മാനെ. മലായിക്കത്തിന്റെ തലോടേറ്റുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട റിജാലുൽ ഗൈബിന്റെ കൂടെ സഹവസിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സദസ്സുകൾ, നിങ്ങളുടെ ഭാഗത്തുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നിയ്യത്തുകൾ നന്നാക്കണേ റഹ്മാനെ.
ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, തഖ്വ നൽകണേ റഹ്മാനെ, സൽസ്വഭാവം നൽകണേ റഹ്മാനെ, റാഹത്തായി നിന്റെ ശുക്ർ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ നൽകിയിട്ടുള്ള അപാരമായ മറ്റ് അനുഗ്രഹങ്ങളെ എന്നെന്നും ഓർക്കുന്ന നന്ദിയുള്ള അടിമകൾ നിങ്ങൾ പെടുത്തണേ റഹ്മാനെ. നിങ്ങളുടെ മരണം കബറും മഹ്ശറയും ഹിസാബും മീസാനും എന്നെ റാഹത്താക്കി തരണേ റഹ്മാനെ. സിറാത്തിന്റെ റഹ്മത്തുകൊണ്ട് പൊതുവിനെ റഹ്മാനെ. ഖബറിന്റെ ജീവിതം നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നീ പരീക്ഷിതയാക്കരുത് റഹ്മാനെ. ഖബറിന്റെ ഒടുക്കത്തിൽ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും തുണയാക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് പൊതുവിനെ റഹ്മാനെ. നിങ്ങളെ പറഞ്ഞതും കേട്ടതും എല്ലാം നിന്റെ അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ട് നീ പൊറുക്കണേ റഹ്മാനെ. നിങ്ങൾ സത്യമെന്ന് വിചാരിച്ചു നിന്ന് മഹാന്മാരെ പഠിപ്പിച്ചു എന്നത് പറയുന്നു. നീ എല്ലാത്തിലും നിന്റെ വീഴ്ചകൾ പൊറുത്തു തരണേ റഹ്മാനെ. നീ പൊറുക്കപ്പെടുന്നത് മാത്രം നിന്റെ അടുത്ത് പൊറുത്ത് മാത്രം പറയാനും ആദ്യമായി പറയുന്നതിന് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികം നോക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ആളുകളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നിങ്ങൾക്ക് നോമ്പ് തുറന്നുകൊണ്ട് സഹായിച്ചവർ, പ്രത്യേകിച്ച് മുത്താലിങ്ങൾക്ക് ഇന്ന് നോമ്പ് തുറന്നു നൽകുന്നവർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ് റഹ്മുറാഹിമീനോട് അദ്ദേഹത്തിന് എല്ലാവിധ വിജയം കൊടുക്കണേ റഹ്മാനെ. ആരിപ്പാക്കയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠാനുജന്മാരെല്ലാവർക്കും നീ വിജയം കൊടുക്കണേ റഹ്മാനെ. അവരുടെ മാതാപിതാക്കൾ നീ കാരണം ചൊരിയണോ റഹ്മാനെ. അവർ ചെയ്യുന്ന സ്വതക്കയുടെ മിഹ്ർ സവാബ് ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. 50 കിലോ ഈത്തപ്പണം അവർ നമ്മുടെ മുത്താലിമീങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തന്നിട്ടുണ്ട്. അവർക്ക് നീ വലിയ പരിസരം കൊടുക്കണേ റഹ്മാനെ. 1 ലക്ഷത്തിലോ 1.5 ലക്ഷത്തിലധികം ഉറുപ്പിക നൽകിക്കൊണ്ട് അറബ് സഹോദരൻ നമ്മുടെ മുത്താലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ നോമ്പ് തുറക്കാൻ വേണ്ടി പെണ്ണിനാവിയ പെണ്ണിനെ സ്വീകരിക്കണ റഹ്മാനെ. എന്റെ വക ഒരു നോമ്പ് തുറങ്ങണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട സ്നേഹനിധികളായ ആളുകളുണ്ട്. അവർക്ക് നീ വലിയ കാരുണ്യം കൊടുക്കണേ റഹ്മാനെ. നിങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. നിങ്ങളുടെ മഹത്തായ ഈ സ്ഥാപനത്തിനെയും മറ്റു ദീനീ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. നിങ്ങൾ എണ്ണി പറഞ്ഞവരും എല്ലാത്തവരും ഈ ലോകത്തിന് നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന നിങ്ങളുടെ പ്രയാസമ്മതപ്പെടുന്ന റഹ്മാനെ. നിങ്ങളുടെ മാതാപിതാക്കൾ ഗുരുവരും മക്കളുടെ ഭാര്യമാർ ഭർത്താക്കളുടെ സഹോദരന്മാർ അവരുടെയും ഭാര്യ ഭർത്താക്കൾ സന്തതികൾ മറ്റുള്ളവരുടേവർ ശിഷ്യന്മാർ നമ്മെ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ നോമ്പ് തുറന്ന് നൽകിയവർ എല്ലാവർക്കും മുന്നേറും ആഹ്റവും സന്തോഷത്തിനാക്കണേ റഹ്മാനെ. നിങ്ങൾ പറഞ്ഞ എല്ലാ സ്വാലിഹായ ഹൈറായ വിഷയങ്ങളും അവരെയും ഭാഗമാക്കാക്കണേ റഹ്മാനെ. നിങ്ങളുടെ ബന്ധപ്പെട്ട കുട്ടികളും താനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഭാര്യമാരും മക്കളും സഹോദരന്മാരും നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാ പരിമിലും രോഗികളുണ്ട്. എല്ലാവർക്കും നീ ശിഫാഹ നൽകണേ റഹ്മാനെ. നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് കമറുൽ ഉസ്താദ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട എന്റെ ശൈഖുന ഉമർ ഫാറൂഖ് തങ്ങൾ ഉസ്താദ്, പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അധിപനായ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദിനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഉസ്താദന്മാർക്കും പണ്ഡിതന്മാർക്കും ആഫിയത്തും സുഖത്തും സൗഖ്യവും ദീർഘായുസ്സും പൊരുത്തപ്പെടാൻ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين. بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد